തോമസും പാസ്റ്ററും, മാന്യരായ അഭിഷിക്തന്മാർ, പിതാക്കന്മാരായ ദേവദാസന്മാർ, എല്ലാ പ്രിയപ്പെട്ട കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള പ്രഭാത വന്ദനം അറിയിക്കുന്നു. ദൈവം നമ്മളെ സഹായിക്കട്ടെ. आदरणीय थॉमसन पास्टर जी और सभी सेवक जन जो आज की सभा में जुड़े हैं, उन सभी को मैं सलाम कहता हूँ। ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ഒരുമിച്ച് കാണുവാൻ കർത്താവ് സഹായിച്ചുവല്ലോ. एक और बार परमेश्वर ने हमें इकट्ठा किया, इसलिए परमेश्वर को धन्यवाद। വളരെ സന്തോഷമുള്ള ഈ പകലിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ये एक अच्छा दिन परमेश्वर ने दिया, इसलिए परमेश्वर को मैं स्तुति करता हूँ। കഴിഞ്ഞ രാത്രി നാം എല്ലാം പ്രാർത്ഥനയോടെ കിടന്നുറങ്ങി. ഇന്ന് രാവിലെ ദൈവം നമ്മളെ ഉണർത്തി. बीती रात हम लोग प्रार्थना के साथ हम लोग सोए थे, आज की सुबह परमेश्वर ने हमें जगाया। ദൈവസന്നിധിയിലായിരിക്കുന്ന അത്ര സന്തോഷമുള്ള കാര്യമാണ്. परमेश्वर की उपस्थिति रहने में कितनी आनंद की बात है। ദൈവസന്നിധിയിൽ പാടി ആരാധിക്കുക, ദൈവത്തെ സ്തുതിക്കുക, ദൈവത്തിന്റെ വചനം കേൾക്കുക, നാം എത്ര ഭാഗ്യമുള്ളവരാണ്. परमेश्वर की स्तुति करना, उसके गीत सुनना, हम कितने भाग्य वाले हैं। പ്രത്യേകിച്ച് ഈ ആത്മീയ യോഗങ്ങൾ നമ്മുടെ കുടുംബാന്തരീക്ഷത്തിൽ നടക്കുന്നതുകൊണ്ട് നമ്മുടെ കുടുംബത്തെ അംഗങ്ങളും ഇതിൽ പങ്കാളികളാകുന്നല്ലോ. ये सभा हमारे परिवारों के बीच में होती है, इसका असर हमारे परिवार में भी होता है। ആമേൻ. ഈ പരിശുദ്ധാത്മാവിനാൽ ഒരുക്കപ്പെട്ട ഈ ആത്മീക പ്രസ്ഥാനത്തിലെ ഈ ആത്മീക മീറ്റിങ്ങുകൾക്കായി സ്തോത്രം ചെയ്യുന്നു. इस आत्मिक संगठन की, इस आत्मिक सभा के लिए मैं परमेश्वर का धन्यवाद करता हूँ। ഈ ആത്മീക മുന്നേറ്റത്തിൽ ഒരു ഭാഗമായി ഭജൻ ദൈവം ഞങ്ങളെ സഹായിച്ചുവല്ലോ. इस सभा के साथ हमें परमेश्वर ने जोड़ा, इसलिए परमेश्वर को धन्यवाद करते हैं। ഹല്ലേലൂയ. हालेलुया। എല്ലാവരും വളരെ സന്തോഷത്തോടെ നമുക്ക് ഒരുമിച്ചായിരിക്കാം. ഇന്ന് രാവിലെയും ദൈവത്തെ ആത്മസത്യമായി നമ്മോട് സംസാരിക്കട്ടെ. बड़े आनंद के साथ हम लोग रहेंगे। आज जो परमेश्वर ने हमसे बात किया है वो हम आपको बताएंगे। നിശ്ചയമായി നാം ഒരുമിച്ച് പ്രാർത്ഥനയോടെ നമുക്ക് ഒരുമിച്ചായിരിക്കാം. हम सब मिलकर प्रार्थना के साथ बैठे रहे। പരിശുദ്ധാത്മാവ് ചിന്തിപ്പിച്ച ഒരു ചിന്ത, जो परमेश्वर ने एक हमें वचन दिया वो मैं आपसे बताना चाहता हूँ। സുവിശേഷത്തിന്റെ ശക്തി അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനാൽ സുവിശേഷത്തിന്റെ ശക്തിയെ പ്രാപിച്ചവരായ നാം ലോകക്കാരിൽ നിന്ന് വളരെ വ്യത്യസ്തമായി തികച്ചും ശക്തിയും അഭിഷേകവും ദൈവശക്തിയുമുള്ള നാം വ്യത്യസ്തരാണ്. हम लोग असाधारण लोग हैं प्रिय। हम लोग साधारण लोग नहीं है। हमें परमेश्वर की आत्मा हमें मिला है, हम उनमें और हमें बहुत फर्क है। നാം വായിക്കുന്നു, പെന്തക്കോസ് ദിനത്തിൽ 2-ാം അധ്യായത്തിലേക്ക് നമുക്ക് വേഗത്തിൽ വരാം. 2-ാം അധ്യായത്തിൽ അതിന്റെ 6-7 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഒരു ഭാഗത്ത് വിശുദ്ധന്മാരായ ദേവദാസന്മാർ ആത്മാവിൽ നിറയപ്പെട്ടു. हम प्रेरितों का काम उसके दूसरे अध्याय में हम देख सकते हैं, उसका 6ठा और 7वें आयत में हम देख सकते हैं कि एक पूरा लोग आत्मा में भर जाते हैं। ശിഷ്യന്മാർ ആത്മാവിൽ നിറഞ്ഞ അന്യഭാഷകളിൽ സംസാരിക്കുന്നു. जो चेले हैं वो आत्मा में भरकर अन्य भाषा में बात कर रहे हैं और വളരെ സന്തോഷത്തോടെ ആനന്ദത്തോടെ സ്വർഗീയ ഭാഷ സംസാരിക്കുകയാണ്. बड़े ही आनंद के साथ वो स्वर्ग की भाषाओं में बात कर रहे हैं। അവർ ഒരുമിച്ച് ആത്മാവിൽ നിറഞ്ഞു എന്ന് വായിക്കുന്നു. वहां सब एक साथ वो लोग एक साथ आत्मा में भर गए। സ്വർഗീയ ശക്തിയുടെ സാന്നിധ്യം അനുഭവിച്ച ശിഷ്യന്മാർ അല്ലെങ്കിൽ 120 പേർ കൂടി വന്ന ആത്മീക സഭ അവർ ആത്മാവിൽ നിറഞ്ഞ് സന്തോഷിക്കുകയാണ്. स्वर्ग की उपस्थिति को अपने उस कोठरी में महसूस करने वाले 120 लोग के बारे में इस अध्याय में लिखा हुआ है। സുവിശേഷത്തിന്റെ ശക്തിയും ആത്മനിറവും പ്രാപിച്ച ദൈവസഭ ആത്മാവിൽ നിറഞ്ഞ് ആരാധിക്കുന്നു, ആനന്ദിക്കുന്നു. उस सुसमाचार का प्रचार करने के लिए वो परमेश्वर ने अपनी पवित्र आत्मा को भेजकर वो अभिषिक्त होकर पूरे सामर्थ्य के साथ वो प्रचार करने निकले। 6-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, ഈ മുഴക്കമുണ്ടായപ്പോൾ പുരുഷാരം വന്നുകൂടി. यहाँ पे 6ठे आयत में इस प्रकार लिखा है, जब शब्द हुआ तो भीड़ लग गई। പുരുഷാരം വന്നുകൂടി, भीड़ लग गई। അടുത്ത വാക്യം വായിക്കുന്നു, അടുത്ത പദം വായിക്കുന്നു, ഓരോരുത്തൻ തന്താന്റെ ഭാഷയിൽ അവർ സംസാരിക്കുന്ന കേട്ട് അമ്പരന്നുപോയി. लोग घबरा गए क्योंकि हर एक को यही सुनाई देता था कि ये मेरी ही भाषा में बोल रहे हैं। 7-ാം വാക്യം വായിക്കുന്നു, എല്ലാവരും ഭ്രമിച്ച് ആശ്ചര്യപ്പെട്ടു. यहाँ पे 7वें आयत में लिखा है, वे सब चकित और अचंभित होकर कहने लगे, ഈ സംസാരിക്കുന്നവർ എല്ലാവരും ഗലീലക്കാരല്ലയോ? देखो ये जो बोल रहे हैं क्या सब गलीली नहीं? അങ്ങനെ വായിച്ചു വരുമ്പോൾ ഈ വന്നുകൂടിയ പുരുഷാരം ചഞ്ചലിച്ചു, ഭയപ്പെട്ടു, പല ചോദ്യങ്ങൾ ചോദിക്കുന്നു. അവർക്ക് സ്വന്തമായി ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങൾ. താഴേക്ക് വായിക്കുമ്പോൾ വീണ്ടും വായിക്കുന്നു, 12-ാം വാക്യത്തിൽ വേഴ്സ് 12 വായിക്കുന്നു, എല്ലാവരും ഭ്രമിച്ച് ചഞ്ചലിച്ചു, ഇത് എന്തായിരിക്കുമെന്ന് തമ്മിൽ പറഞ്ഞു. आपस में अगर हम अभी पीछे आयत को और देखेंगे तो यहाँ पे बहुत सारी चीजें हम देख सकते हैं। यहाँ पे भीड़ जो इकट्ठा हुई थी वो अचंभित थे, चकित थे, किसी को कुछ समझ नहीं आ रहा है वहां पे क्या हो रहा है।
सब लोग अपने अपनी भाषाओं जो वहां पे हो रही थी वो अपनी भाषाएं सुन सकते थे। അപ്പോൾ ശ്രദ്ധിക്കുക, പെന്തക്കോസ്ത് ശക്തി പ്രാപിച്ച വിശുദ്ധന്മാർ അവരെല്ലാം അറിയുന്നവരായിരുന്നു, അവർ അറിഞ്ഞവരായിരുന്നു. जो പെന്തക്കോസ്ത് ശക്തി പ്രാപിച്ച വിശുദ്ധന്മാരായ ദൈവസഭ വളരെ വിഷയങ്ങളെ എല്ലാം അറിഞ്ഞവരായിരുന്നു, അവർ ജ്ഞാനം പ്രാപിച്ചവരായിരുന്നു. जो पेंतिकोस्त में जो अभिषिक्त पाए हुए लोग थे वो सब ज्ञानी लोग थे, उनको सब पता था। എന്നാൽ പുരുഷാരം ഒന്നും അറിയാത്തവരായി വായിക്കുന്നു, നിസ്സഹായരായി നിൽക്കുകയാണ്. यहाँ पे देख सकते हैं भीड़ जब लग गई थी तो भीड़ को कुछ समझ नहीं आ रहा है। അവർ നിസ്സഹായരായി നിൽക്കുന്നു. वो बिना किसी वो चकित खड़े हैं। അവരെ ഇപ്പോൾ പറഞ്ഞ് മനസ്സിലാക്കുവാൻ ആളുകൾ ആവശ്യമായിരിക്കുന്നു. अभी उनको समझाने के लिए लोगों की आवश्यकता है। അവർക്കൊന്നും മനസ്സിലാകുന്നില്ല. उनको अभी कुछ समझ नहीं आ रहा। അവരുടെ അടുത്തൊരു ഭാഷയില്ല, उनके पास कोई भाषा नहीं है, കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള അറിവില്ല. उनको ये चीजें ग्रहण करने के लिए യെരുശലേമിലായിരുന്നിട്ടും ഒന്നും അറിവില്ലാത്തവരെ പോലെ ദൈവിക സാന്നിധ്യം ഇറങ്ങി വന്നപ്പോൾ അവർ അജ്ഞരായി നിസ്സഹായരായി സ്വർഗത്തിന് കീഴിൽ നിൽക്കുകയാണ്. यरूशलेम में जब ये कोठरी में जब ये आत्मा उतरी, जब जो लोग जिनको वहां पे भीड़ इकट्ठा हुई थी उनको कुछ समझ नहीं आ रहा था, वो चकित होकर स्वर्ग की तरफ देख रहे थे। വളരെ പ്രാർത്ഥനയോടെ നാം ഇന്ന് രാവിലെ ദൈവസന്നിധിയിലായിരിക്കാമല്ലോ. प्रार्थना के साथ हमें बैठने की आवश्यकता है। യെരുശലേമിൽ കൂടി വന്ന 120 പേരടങ്ങുന്ന വിശുദ്ധന്മാരായ ദൈവദാസന്മാർ അവർ ആത്മാവിൽ നിറഞ്ഞപ്പോൾ പുരുഷാരം യെരുശലേമിൽ ഉത്സവത്തിന് വന്ന യഹൂദ പുരുഷാരം ഒന്നും അറിയാത്തവരായി നിസ്സഹായരായി നിൽക്കുകയാണ്. जब 120 लोग जो चेले जो उस कोठरी में बैठे थे उनके ऊपर जब वो सामत उतरी तब वो आत्मा में भर गए, और भीड़ जो यरूशलेम में जो भीड़ थी वो उत्सव मनाने आई थी, भीड़ जो उत्सव मनाने आई थी वे सब चकित खड़े हैं। അവർക്കൊന്നും മനസ്സിലാകുന്നില്ല. उन्हें कुछ समझ नहीं आ रहा। അവർ ചഞ്ചലിച്ചു, वो अचंभित हो गए। അവർ ഭ്രമിച്ചു എന്ന് വായിക്കുന്നു. यहाँ पे ऐसा लिखा है वे सब चकित हो गए। ഒരുപാട് ചോദ്യങ്ങൾ നാം വായിക്കുന്നു. അതിന്റെ 6-ാമത്തെ വാക്യം മുതൽ താഴേക്ക് വായിച്ചാൽ അവരുടെ ഉള്ളിൽ ഒരുപാട് ചോദ്യങ്ങൾ, അവർക്ക് ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങൾ. जो लोग भीड़ में थे उनके मनों में वो आपस में बहुत सारे सवाल पूछ रहे थे। नीचे आए तो हम देख सकते हैं वो कई बार अलग अलग सवाल पूछ रहे हैं। ചിലർ പറയുന്നു ഇവർ പുതുവീഞ്ഞു കുടിച്ചവരായിരിക്കാം. വേഴ്സ് 13 13वें आयत में ऐसा लिखा है कि दूसरे लोगों ने ठट्टा किया कि तो इन्होंने नई मदिरे के नशे से चूर है। കാരണം നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് അവർക്ക് അറിവില്ല. क्योंकि जो चीजें वहां पे घटना घटित हो रही थी അവർക്കൊന്നും മനസ്സിലാകുന്നില്ല. उन्हें कुछ समझ नहीं आ रहा। ശ്രദ്ധിക്കണം ദൈവത്തിന്റെ വിശുദ്ധന്മാരെ, ഇന്ന് രാവിലെ ആമേൻ, ഈ തുറന്ന സ്വർഗ്ഗത്തിന് കീഴിലിരിക്കുന്ന നാം ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞവരും അനുഭവിച്ചറിയുന്നവരുമാണ്. हम सब जानते हैं प्रिय, जो खुले स्वर्ग के नीचे हम प्रिय खड़े हैं, हम सब बहुत सारी बातों को जानते हैं और बहुत सारी चीजों को हम जानकर रहेंगे। ആമേൻ, നാം കർത്താവിന്റെ ദൈവശക്തി അറിഞ്ഞവരാണ്. നാം സ്വർഗീയ ഭാഷ സംസാരിക്കുന്നു, നാം ആത്മാവിൽ ആരാധിക്കുന്നു. ലോകത്തിന് ഒന്നും മനസ്സിലാകുന്നില്ല. हम प्रियो उस सामर्थ्य को महसूस किए हुए लोग हैं, हम उस सामर्थ्य के द्वारा प्रचार करते हैं, आराधना करते हैं, हम भीड़ से काफी अलग हैं। ആമേൻ, ഈ ലോകത്തിലെ ആളുകൾ, കർത്താവിനെ അറിയാത്ത ആളുകൾക്ക് ഇതൊന്നും മനസ്സിലാകാതെ അവർ ചഞ്ചലിച്ചിരിക്കുകയാണ്. जो संसार में है, जो प्रभु को जानते नहीं है, वे सब चकित हैं, अचंभित हैं, घबरा गए हैं, उन्हें कुछ पता नहीं है। ആമേൻ, നാം ദൈവശക്തി അനുഭവിച്ചറിഞ്ഞവർ, हम सब उस परमेश्वर की सामर्थ्य को महसूस ആമേൻ, നാം ദൈവകൃപയെ പ്രാപിച്ചവർ, हम उस परमेश्वर की कृपा को अपने ऊपर स्वीकार किए हुए लोग, ആമേൻ, നാം സ്വർഗീയ ദാനങ്ങളെ വരദാനങ്ങളെ പ്രാപിച്ചവർ, स्वर्ग के वरदानों को पाए हुए लोग हैं। ഹല്ലേലൂയ. हालेलुया। യെരൂശലേമിലെ എണ്ണമറ്റ ലക്ഷക്കണക്കിന് യഹൂദന്മാർ ഈ 120 പേരടങ്ങുന്ന സംഘത്തോട് ചോദിക്കുന്നു, ആമേൻ, ഇതിന്റെ അർത്ഥം എന്താണ്? ഞങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല. 120 लोग एक तरफ खड़े हैं और हजारों लाखों में संख्या में यहूदी भीड़ खड़ी है और पूछ रहे हैं ये क्या है, हमें कुछ समझ नहीं आ रहा। സുവിശേഷത്തിന്റെ സത്യം അറിഞ്ഞവരും ആത്മാവിന്റെ ശക്തിയെ പ്രാപിച്ചവരും ആമേൻ ലോകത്തിൽ നിന്ന് വ്യത്യസ്തരായി ആമേൻ അവരുടെ മേൽ ദൈവശക്തി പ്രാപിച്ചവരും ആമേൻ വലിയ സ്വർഗീയ ജ്ഞാനവുമുള്ളവരാണ്. जो सुसमाचार की सत्य को जाने हुए लोग हैं, जो स्वर्ग की सामर्थ्य को पाए हुए लोग हैं, वे सब भीड़ से काफी अलग है। उनमें काफी वो असाधारण लोग हैं। അതുകൊണ്ടാണ് പത്രോസ് എഴുന്നേറ്റ് നിൽക്കുന്നത്. वहां पे इसलिए लिखा है पतरस खड़ा हो जाता है। അവരോട് സംസാരിക്കുന്നു. 14-ാമത്തെ വാക്യം മുതൽ 14वें आयत से हम देख सकते हैं पतरस खड़े होकर उनसे बातें करने लगता है। കാര്യങ്ങൾ ഓരോന്നോരോന്നായി വിവരിക്കുന്നു. पतरस खड़े होकर एक एक चीज का वर्णन करता है। കണ്ടോ, അപ്പോൾ ഗലീല കടൽപ്പുറത്ത് ജീവിച്ചിരുന്ന പത്രോസ് ആത്മശക്തിയും സുവിശേഷത്തിന്റെ ജ്ഞാനവും പ്രാപിച്ചപ്പോൾ ആമേ ഉന്നതന്മാരായ യഹൂദന്മാരെ പഠിപ്പിക്കുന്ന ഗുരുവായി മാറുകയാണ്. एक साधारण सा मछुआरा जो गलील के समुद्र के किनारे मछली पकड़ता था, जब उस पर सामत उतरी
तो वो उसे इतनी समझ हो गई कि वो यहूदी गुरुओं को भी अभी ये चीजों का वर्णन कर रहा है। കണ്ടോ, അപ്പോൾ അപ്പോസ്തലന്മാർ എന്ന് പറഞ്ഞ ദൈവശക്തിയെ പ്രാപിച്ചവർ അവൻ അസാധാരണക്കാരായി മാറുകയാണ്. यही यही कारण है प्रिय, जो प्रेरित प्रेरित हैं वे सब जब सामर्थ पाए हुए वे सब असाधारण चीजों को करते हैं। പുതിയ നിയമത്തിന്റെ ശുശ്രൂഷാകുവാൻ നമ്മൾ വിളിക്കപ്പെട്ട അഭിഷിക്തന്മാരെ നാം എത്ര ആമേൻ ഭാഗ്യമുള്ളവരാണ്. नए नियम के सुसमाचार का प्रचार करने के लिए प्रिय परमेश्वर ने हमें बुलाया, हम कितने भाग्य हैं। ആമേൻ. യേശുവിനെ ആമേൻ അറിഞ്ഞവർ, ദൈവശക്തി അനുഭവിച്ചറിഞ്ഞവർ, പെന്തക്കോസ്ത് ശക്തിയെ ജീവിതത്തിൽ പ്രാപിച്ച നമ്മെ പോലെ ഭാഗ്യമുള്ളവർ വേറെ ആരുണ്ട്? प्रिय, यह हमारा सौभाग्य है कि हमने उस पेंटेकोस्त की सामर्थ को अपने अंदर महसूस किया है। ആമേൻ. വായിക്കുന്നു 4-ാം അധ്യായത്തിന്റെ 4-ാം അധ്യായം വരുമ്പോൾ അപ്പോസ്തലന്മാർ മഹാശക്തിയോടെ 4:33 chapter 4 verse 33 അപ്പോസ്തലന്മാർ മഹാശക്തിയോടെ കർത്താവായ യേശുവിന്റെ പുനരുദ്ധാനത്തിന് സാക്ഷ്യം പറഞ്ഞു വന്നു എന്ന് വായിക്കുന്നു. हम चौथे अध्याय उसका 33वीं आयत हम पढ़ सकते हैं। इसी किताब का यहाँ पे लिखा है, प्रेरित बड़ी सामर्थ से प्रभु यीशु के जी उठने की गवाही देते रहे और उन सब पर बड़ा अनुग्रह था। അപ്പോൾ അപ്പോസ്തലന്മാരുടെ മേൽ വലിയ ശക്തിയുള്ളവരായിരുന്നു. तो यहाँ पे हम समझ सकते हैं जो चेले हैं, जो प्रेरित हैं, उनके ऊपर बहुत बड़ी सामर्थ है। അപ്പോൾ ശ്രദ്ധിക്കണമേ, ലോകർ നിസ്സഹായരായി നിൽക്കുമ്പോൾ, ബലഹീനരായി നിൽക്കുമ്പോൾ പെന്തക്കോസ്ത് ശക്തിയെ പ്രാപിച്ചവർ ശക്തിയെ, വലിയ ശക്തിയെ പ്രാപിച്ചവർ. तो हम यहाँ देख सकते हैं जो भीड़ है वे सब चकित हैं, घबरा गए हैं, उनके पास ऊपर कोई सामर्थ नहीं है, लेकिन दूसरी तरफ चेले हैं जिनके ऊपर परमेश्वर की सामर्थ उतरी हुई है। ശ്രദ്ധിക്കണമേ, നാം 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇതേ പുസ്തകത്തിൽ इसी किताब की 8वीं आयत में जब हम आते हैं तो ഇതേ യെരൂശലേമിലെ ഉത്സവത്തിന് വന്ന ഒരു ഷണ്ണനെ കാണുന്നുണ്ട്. एक 8वें अध्याय में देख सकते हैं एक खोजा आता है, इसी उत्सव में आता है खोजा। യെരൂശലേമിലെ യെരൂശലേമിലെ പെന്തക്കോസ്തിനവും ആ ഉത്സവമെല്ലാം ആചരിച്ച് മടങ്ങിപ്പോകുന്ന ഷണ്ണനെയാണ് 8-ാം അധ്യായത്തിൽ കാണുന്നത്. ये उत्सव को मनाने के बाद, इस पूरे आनंद को मनाने के बाद वो अपने देश वापस जा रहा है। അദ്ദേഹം ഈ പെന്തക്കോസ് അനുഭവം ഒന്നും പ്രാപിക്കാതെ ഏതോ കാരണത്തിൽ അദ്ദേഹം അത് അനുഭവിക്കാൻ കഴിഞ്ഞില്ല. उनको ये सामर्थ महसूस नहीं हो पाई कुछ कारण से, और बड़े ही निराश होकर वो वापस जा रहे हैं। വായിക്കുന്നു, വളരെ ബലഹീനനായി യാത്ര ചെയ്യുന്ന ഒരു ഷണ്ണനെ കാണുന്നത്. यहाँ पे ये जो खोजा होता है हम इसको देख सकते हैं, बड़ी ही बलहीनता के साथ वो यात्रा कर रहा है। നാം 8-ാം അധ്യായത്തിൽ ആ ചിത്രം വായിക്കുമ്പോൾ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാകും. जब इस अध्याय को हम पढ़ेंगे तो हमें वो दृश्य दिखाई देगा। രഥത്തിൽ യാത്ര ചെയ്ത് സ്വന്തം നാടായ എത്യോപ്യയിലേക്ക് മടങ്ങിപ്പോകുന്ന ഷണ്ണനെ കാണുന്നു. एथियोपिया देश में, खुद के देश में वो एक रथ से अपने देश में वापस जा रहा है। എന്നാൽ ദൈവാത്മാവിന്റെ നിർണയപ്രകാരം ഫിലിപ്പോസ് എന്ന സുവിശേഷകൻ ഷണ്ണനുമായി കണ്ടുമുട്ടുന്നു. लेकिन पवित्र आत्मा के उसका वो भरपूरी के साथ, वो उद्देश्य के साथ फिलिप्पुस को हम देख सकते हैं। फिलिप्पुस उस भोजे के पास आता है। ഷണ്ണന്റെ കയ്യിൽ വേദപുസ്തകത്തിന്റെ കോപ്പിയൊക്കെ ഉണ്ട്. വായിക്കുന്നു യെശയ്യാ പ്രവാചകന്റെ പുസ്തകം. പക്ഷെ താൻ വായിക്കുന്നു, ഒരുത്തൻ ഇത് നിന്റെ പൊരുൾ തിരിച്ചു തരാഞ്ഞാൽ ഞാൻ എങ്ങനെ ഗ്രഹിക്കും? यहाँ पे हम देख सकते हैं कि जो खजांची है वो यशायाह की किताब को पढ़ता है, लेकिन वहां पे ऐसा वो कहता है कि जब तक मुझे कोई ना समझाए मैं कैसे समझूं। കണ്ടോ, ആ വാക്കിന്റെ ഘടന കണ്ടോ? ഒരുവന് ഇതിന്റെ പൊരുൾ തിരിച്ചു തരാഞ്ഞാൽ ഞാൻ എങ്ങനെ ഗ്രഹിക്കും? यहाँ पे इस प्रकार वो खजांची कहता है कि जब तक कोई मुझे ना समझाए तो मैं कैसे समझूं। ആമേൻ. എല്ലാം ഉണ്ട് തന്റെ കയ്യിൽ. ആമേൻ. തനിക്ക് നല്ലൊരു ഉദ്യോഗമുണ്ട്. ആമേൻ. കാര്യങ്ങളെല്ലാം ലോകപ്രകാരം താൻ ഉന്നതനാണെങ്കിലും ആമേൻ ഇപ്പോൾ താൻ പറയുന്നു താൻ ഒരു നിസ്സഹായനായി फिलिपोस अपना सुविशेष में निकलया। ये मंत्री, ये जो खजांची है उसके पास कोई चीज की कमी नहीं है, बहुत बड़ा धंधा है, बहुत बड़ा खजांची है, लेकिन यहाँ पे हम देख सकते हैं एक बलहीन होकर वो कहता है कि मुझे कोई समझाए। രാവിലെ ആത്മാവിൽ സന്ദേശം ഗ്രഹിക്കണം നാം। आज की सुबह हमें आत्मा में भरकर इस वचन को ग्रहण करना है। സുവിശേഷത്തിന്റെ ശക്തിയെ പ്രാപിച്ച നാം അസാധാരണക്കാരാണ്। सुसमाचार के उस सत्य को पाए हुए लोग हैं, हम असाधारण लोग हैं। ലോകം നിസ്സഹായരായി മുമ്പിൽ നിൽക്കുമ്പോൾ അവർ കൊടുക്കുവാൻ ദൈവം നമ്മുടെ കയ്യിൽ ചിലത് ഏൽപ്പിച്ചിട്ടുണ്ട്। संसार दूसरी तरफ निस्सहाय खड़े हैं, बलहीन खड़े हैं, तो उनको देने के लिए प्रिय हमारी जिम्मेदारी है। ആമേ ഷണ്ണൻ പറയുന്നു ഒരുവൻ എനിക്ക് പൊരുൾ തിരിച്ചു തരണം। खजांची कहता है कि मुझे कोई समझाए। യെരൂശലേമിലെ പുരുഷന്മാർ കാര്യങ്ങൾ മനസ്സിലാകാതെ നിസ്സഹായരായി നിൽക്കുന്നു, അഭിഷക്തന്മാർ പൊരുൾ തിരിച്ചു കൊടുക്കുന്നു। भीड़ जो है यरूशलेम में वो चकित खड़ी है, अचंभित खड़ी है, वो चाहते हैं कि हमें कोई समझाए। ആമേ ശ്രദ്ധിക്കണമേ, നാം അസാധാരണക്കാർ। हम एक बात समझ ले कि हम असाधारण लोग हैं। ആമേ നാം സാധാരണക്കാരല്ല। ये साधारण लोग नहीं है। ആമേ നാം ലോകത്തെ സഹായിക്കുന്നവർ। हम संसार की सहायता करने वाले। ആമേ ഒരു വാക്യം വേഗത്തിൽ വായിക്കാം।
വേഗം മുമ്പോട്ട് കടന്നു വരാം നമുക്ക് हम एक ഒരുമിച്ച്. और आयत को पढ़कर आगे बढ़ेंगे। ഇതേ പുസ്തകത്തിന്റെ 16-ാം അധ്യായത്തിലെ വാക്യമുണ്ട്. 16वीं आयत में 16 अध्याय में आएंगे। इसी किताब के 16वें अध्याय में आते हैं। എല്ലാവരും ആ ഭാഗം നമുക്ക് ആ ഭാഗത്ത് കടന്നു വരാം. हम सब मिलकर इस अध्याय में एक वचन को पढ़ेंगे। ആ 16-ാം അധ്യായത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. 16वें अध्याय में इस प्रकार पढ़ते हैं। പൗലോസിന്റെ രണ്ടാമത്തെ മിഷണറി യാത്രയാണ് ഇവിടെ ചിന്താ വിഷയം. पौलुस की दूसरी प्रचार यात्रा के बारे में यहाँ लिखा हुआ है। ആദ്യത്തെ യാത്ര താൻ ഗലാത്യ ദേശങ്ങളിൽ യാത്ര ചെയ്തു സുവിശേഷം അറിയിച്ചു. जो पहली यात्रा थी वो गलातियों के देश में, वो उसी प्रदेश में वो प्रचार कर रहा था। അവിടെ നിരവധി സഭകൾ സ്ഥാപിച്ചു. वहाँ पे कई सारी कलीसिया की स्थापना करी। വീണ്ടും 15-ാം അധ്യായത്തിൽ ജെറുസലേം കൗൺസിൽ കാണുന്നു. यरूशलेम की महासभा। यहाँ पे जो 15वां जो अध्याय है वहाँ पे यरूशलेम की महासभा को हम देख सकते हैं। पौलुस वहाँ पे खड़ा है। ഇതേ അധ്യായത്തിന് അവസാന വാക്യത്തിൽ അവസാന ഭാഗത്തിൽ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ താൻ സ്ഥാപിച്ച സഭയെ ആമേൻ ഒരു സന്ദർശനം നടത്തുവാൻ വേണ്ടി വീണ്ടും താൻ തർസോസ് വിട്ടിറങ്ങുന്നതായി വായിക്കുന്നു. यहाँ पे हम देख सकते हैं जो कलीसिया की उसने स्थापना करी है उस पे वहाँ पे वो वापस आता है पौलुस। 35 വായിക്കുന്നു. ആമേ പട്ടണം തോറും പിന്നെയും ചെന്ന് സഹോദരന്മാർ അങ്ങനെ ഇരിക്കുന്നു നോക്കുക എന്ന് ഉത്തരം പറഞ്ഞു. यहाँ पे 35वें आयत में लिखा है, परंतु पौलुस और बरनबास अंताकिया में रह गए और अन्य बहुत से लोगों के साथ प्रभु के वचन का उपदेश करते और सुसमाचार सुनाते रहे। അങ്ങനെ യാത്ര ചെയ്ത് മുമ്പോട്ട് വരികയാ. ऐसे यार सुसमाचार सुनाते आगे बढ़ ആമേ താൻ ഗലാത്യ ദേശത്തിലൂടെ സഞ്ചരിച്ച് ഒരു യാത്ര ചെയ്യാൻ വേണ്ടി ആഗ്രഹിച്ചാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ये गलाती के प्रदेश में प्रचार कर घर वापस आने का इन्होंने सोचा था। 16-ാം അധ്യായത്തിൽ വായിക്കുന്നു പരിശുദ്ധാത്മാവ് കൊണ്ടുപോവുകയാണ് പൗലോസിനെ. 16वें अध्याय में पढ़ सकते हैं, पवित्र आत्मा ने ले जा रहा है। ആമേൻ അങ്ങനെ മുമ്പോട്ട് വരുമ്പോൾ जब वो आज से आगे बढ़ रहे हैं तो ആമേൻ താൻ ത്രോവാസിൽ എത്തിയെന്ന് 16-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ വായിക്കുന്നു. ത്രോവാസിലെത്തി. तो इसी अध्याय के 16वें अध्याय के 9वीं आयत में इस प्रकार लिखा है, ये पवित्र आत्मा उन्हें लेकर त्रोआस ले गया। അവിടെ വെച്ച് പൗലോസ് രാത്രിയിൽ മക്കദോന്യക്കാരനായ ഒരു പുരുഷൻ അരികെ നിന്ന് നീ മക്കദോന്യ കടന്നു വന്ന് ഞങ്ങളെ സഹായിക്ക എന്ന് തന്നോട് അപേക്ഷിക്കുന്നതായ ഒരു ദർശനം കണ്ടു. उसी रात को पौलुस एक मकदूनी पुरुष को देखता है। वो कहता है कि पार उतरकर मकदूनिया में और हमारी सहायता कर। ഈ ദർശനം കണ്ടിട്ട് അവരോട് സുവിശേഷം അറിയിപ്പാൻ ദൈവം ഞങ്ങളെ വിളിച്ചിരിക്കുന്നു എന്ന് നിശ്ചയിച്ച് ഞങ്ങൾ ഉടനെ मकदोनिया पुറപ്പെടുവാൻ ശ്രമിച്ചു. 10वें आयत में पढ़ते हैं, उसका ये दर्शन देखते ही हमने तुरंत मकदूनिया जाना चाहा, ये समझ कर परमेश्वर ने हमें उन्हें सुसमाचार सुनाने के लिए बुलाया है। പൗലോസ് ഇപ്പോൾ ത്രോവാസിൽ വിശ്രമിക്കുകയാണ്. पौलुस त्रोआस में आराम कर रहा है। പൗലോസ് ആത്മാവ് നിറവും അഭിഷേകവും പ്രാപിച്ച് സുവിശേഷത്തിന്റെ പൂർണ്ണ നിറവോടെ തന്റെ പ്രേക്ഷിത വേല ചെയ്തു വരികയാണ്. पौलुस पूरी सामर्थ के साथ पूरे सुसमाचार की समझ को लेकर त्रोआस में आराम कर रहा है। നാം വായിക്കുന്നു പരിശുദ്ധാത്മാവ് ആമേൻ തന്നെ കൊണ്ടുപോകുന്നു. यहाँ पढ़ सकते हैं, देख सकते हैं, पवित्र आत्मा पौलुस को ले जा रहा है। ആത്മനിറവിൽ പൗലോസ് ഇങ്ങനെ യാത്ര ചെയ്യുകയാ. ये जो पौलुस है पूरी सामर्थ के साथ आत्मा भरकर यात्रा कर रहा है। ത്രോവാസിൽ താൻ ഇങ്ങനെ വിശ്രമിക്കുമ്പോൾ वो त्रोआस पे आराम कर रहा होता है। താൻ വലിയ ദർശനം കാണുന്നു. तो उन्हें एक दर्शन दिखता है। ആ ദർശനത്തിൽ താൻ ഇങ്ങനെ കാണുന്നു, वो दर्शन में इस प्रकार देखते हैं, ഒരു മക്കദോന്യ പുരുഷൻ നിന്നുകൊണ്ട് പൗലോസിനെ വിളിക്കുകയാ. एक मकदूनी पुरुष उनसे कहता है कि यहाँ आ जाओ, ആമേ വന്ന് ഞങ്ങളെ സഹായിക്കാം. पार उतर कर मकदूनिया आ, हमारी सहायता कर। ആ വാക്യത്തിന്റെ ഘടന കണ്ടോ? ആമേൻ ഒരു മക്കദോന്യ പുരുഷൻ പറയുന്നു വന്ന് ഇക്കരെ വന്ന് അല്ലെങ്കിൽ ഇവിടെ വന്ന് ഞങ്ങളെ സഹായിക്കാം. शायद का दृश्य प्रिय हम लोग जरा महसूस करें कि मकदूनी पुरुष अगर कहता है कि पार उतर कर इधर आओ, हमारी सहायता कर। ആമേൻ കാര്യങ്ങൾ മനസ്സിലായപ്പോൾ പൗലോസ് സുവിശേഷത്തിന് വേണ്ടി അല്ലെങ്കിൽ സുവിശേഷം അറിയിപ്പാൻ വേണ്ടി മക്കദോന്യ ഞങ്ങളെ കാത്തിരിക്കുന്നു എന്നുള്ള കാര്യം മനസ്സിലായപ്പോൾ അവിടേക്ക് യാത്ര ചെയ്യുകയാണ്. पौलुस को जब ये दर्शन देखा तो पौलुस को ऐसा प्रतीत हुआ कि हमें मकदूनिया जाना है, परमेश्वर का ये दर्शन है, हमें वहाँ के लोगों की सहायता करनी है। ആമേൻ പൗലോസിനോട് ആമേൻ മക്കദോന്യക്കാരനായ പുരുഷൻ എന്ന് അപേക്ഷിക്കുന്നു വന്ന് ഞങ്ങളെ സഹായിക്കാം. यहाँ पे हम देख सकते हैं दर्शन में, जिससे देख सकते हैं कि मकदूनी पुरुष पौलुस से विनती करता है कि हमारी सहायता कर। പൗലോസിനോട് സഹായത്തിനായി അഭ്യർത്ഥിക്കുന്ന मकदोनिया मकदूनिया एक ऐसा दर्शन में ऐसा दिखाया है, मकदूनिया एक विनती कर रहा है पौलुस से कि सहायता करो हमारी। നമുക്കറിയാം മക്കദോനിയ മാസിഡോണിയ ലോകത്തിലെ വലിയ ശക്തന്മാരായ രാജാക്കന്മാർ ഭരിച്ച രാഷ്ട്രമായിരുന്നു, ദേശമായിരുന്നു. मकदूनिया में जिस प्रकार इतिहास पढ़ते हैं तो मकदूनिया जो प्रांत था, जो देश था, वो बड़े बड़े जो शक्तिशाली तानाशाहों से और राजाओं से घिरा हुआ एक प्रदेश था। മാസിഡോണിയ ചരിത്രത്തിലെ വളരെ
ആമേ ശക്തമായ ദേശങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ദേശമാണ് മാസിഡോണിയ. और मकदूनिया जो देश है वो इतिहास में उसका बहुत बड़ा स्थान है, बहुत ही गहरा इतिहास है मकदूनिया का। സമ്പന്നതയാൽ നിറയപ്പെട്ട ദേശം. पूरी भरपूरी के साथ हर जगह में संपन्न एक प्रदेश है, एक देश है मकदूनिया। സൈന്യ ബലത്തിൽ കുറവില്ലാത്തവർ. सैन्य बल उनके पास अनेकों सैन्य बल है। ആമേ ജനസംഖ്യയുടെ കാര്യത്തിൽ കുറവില്ലാത്ത വലിയൊരു കൂട്ടം ആളുകൾ. एक बहुत ही भरपूर जनसंख्या है मकदूनिया की जनसंख्या। മക്കദോനിയ മാസിഡോണിയ എന്ന് പറഞ്ഞ നിരവധി രാഷ്ട്രങ്ങൾ ചേർന്ന ഒരു ഏരിയ ആയിരുന്നു ആ സമയത്ത്. मकदूनिया जो है वो कुछ प्रदेशों से मिलकर बना एक देश था मकदूनिया। ആമേ സമ്പന്നരായ ആളുകൾ താമസിക്കുന്ന ദേശം. बड़े ही संपन्न लोग वहाँ पे रहते थे। ലോകത്തിലെ പല ഇടങ്ങളിൽ നിന്ന് ആളുകൾ വന്ന് വ്യാപാരം ചെയ്ത ദേശം. पृथ्वी के अलग अलग जगह से लोग आकर मकदूनिया में व्यापार करते थे। ഇപ്രകാരം ലോകപ്രകാരം ശക്തരായിരുന്ന മക്കദോനിയ ആമേ മാസിഡോണിയ പൗലോസിനെ വിളിക്കുന്നു, വന്ന് ഞങ്ങളെ സഹായിക്കാം. इतनी संपन्न एक अच्छा प्रदेश, ऐसा देश जो हर चीज से संपन्न है, वो प्रदेश, वो देश आके पौलुस से कहता है कि आकर हमारी सहायता करे। ആമേ കണ്ടോ, വാക്കിന്റെ ആ ഘടന ശ്രദ്ധിച്ചു. ആമേ വന്ന് ഞങ്ങളെ കടന്നു വന്ന് ഞങ്ങളെ സഹായിക്കുക എന്ന് തന്നോട് അപേക്ഷിക്കുന്നു. तो ये आयत का दृश्य को देखिए कि नवी आयत में इस प्रकार लिखा है, मकदूनी पुरुष खड़ा हुआ उनसे विनती करके कह रहा है कि पार उतर कर मकदूनिया आ, हमारी सहायता कर। ഇന്ന് രാവിലെ എത്ര പേർക്ക് ഈ വാക്കിന്റെ അർത്ഥം മനസ്സിലാകുന്നു? कितने लोगों को आज की सुबह इस आयत का वो मतलब समझ में आ रहा है? ശാരീരികമായ രീതിയിൽ പൗലോസിനെ കുറിച്ച് വായിക്കുമ്പോൾ പൗലോസ് ചെറിയൊരു മനുഷ്യൻ എന്നാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. जब इतिहास में जब हम लोग पढ़ रहे थे तो हमें ये ऐसा हमें पता चला कि पौलुस जो है बहुत ही नाटा, बहुत ही छोटा एक व्यक्ति था पौलुस। ആമേൻ. അപ്പോൾ സുവിശേഷത്താൽ നിറയപ്പെട്ട പൗലോസ്, जो सुसमाचार के सत्य से भरा हुआ पौलुस, ആമേൻ, താൻ വലിപ്പത്തിൽ ശരീര വലിപ്പത്തിൽ ചെറിയവനായിരുന്നാലും वो शारीरिक तौर से देखे तो बहुत ही छोटा है, फिर भी ആമേൻ ലോകത്തിലെ ശക്തന്മാരായ ആമേ സാമർഥ്യങ്ങളായ ആളുകൾ മക്കദോനിയക്കാർ പൗലോസ് പറയുന്നു, വന്ന് ഞങ്ങളെ സഹായിക്കാം. शक्तिशाली सामर्थी लोग भी मकदूनिया जो देश है वो आके इनसे विनती करते हैं दर्शन में कि पौलुस जो शारीरिक तौर से जो कमजोर है उसको दर्शन दिखता है कि मकदूनिया मुझे बुला रहा है। ശ്രദ്ധിക്കുക, വന്ന് ഞങ്ങളെ സഹായിക്കാൻ അപേക്ഷിക്കുന്നു. ध्यान देने की आवश्यकता है, वहां पे मकदूनिया के लोग कहते विनती करते हैं कि हमारी सहायता कर। ശ്രദ്ധിക്കണമേ, അപ്പോൾ ലോകത്തിൽ നന്മകളെല്ലാം ഉണ്ട്. ലോകദൃഷ്ടിയിൽ ഉന്നതന്മാരെങ്കിലും അവർ നിസ്സഹായരായി പൗലോസിന്റെ മുമ്പിൽ അപേക്ഷിക്കുന്ന ചിത്രമാണ് 16-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ വായിച്ചത്. ഇപ്പോൾ ആമേ കടന്നു വന്ന് ഞങ്ങളെ സഹായിക്കാം. इस नवी आयत के दृश्य को अगर हम देखेंगे तो हर चीज में संपन्न मकदूनिया, लेकिन फिर भी एक विनती करते हैं, सहायता की मांग करते हैं। നമുക്കറിയാം, കർത്താവിന്റെ ചുറ്റും ഒരുപാട് ആളുകൾ എപ്പോഴും ആമേ കർത്താവിന്റെ സമയത്ത് ആമേ നാല് ചുറ്റും എപ്പോഴും കൂടെ ആളുകൾ കർത്താവിന്റെ കൂടെ തിങ്ങി യേശുവിനെ തിക്കിത്തിരിക്കൊണ്ടിരുന്നു. हम देख सकते हैं यीशु मसीह के बारे में जब पढ़ते हैं तो यीशु मसीह जब सुसमाचार का प्रचार कर रहे थे तो उनकी चारों तरफ हमेशा एक भीड़ रहती थी, हमेशा लोग उनके चारों तरफ रहते थे। പല രീതിയിലുള്ള ആളുകൾ, ആവശ്യക്കാർ, രോഗികൾ, പാപികൾ, അതുപോലെ ആളുകളുടെ ഇടയിൽ കർത്താവ് പാർത്തിരുന്നു. हम देख सकते हैं कि जिस प्रकार परमेश्वर सुसमाचार का प्रचार करते थे तो वो उनके चारों तरफ कई प्रकार के लोग, जो पापी लोग थे, जो 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 जरूरतमंद सहायता की जो मांग करने वाले लोग थे, वो चारों तरफ यीशु मसीह के रहते थे। യേശു രോഗികളെ തൊട്ട് സുഖപ്പെടുത്തുന്നു. यीशु मसीह रोगियों को छूकर चंगा कर रहा है, പാപിയുടെ പാപത്തെ ക്ഷമിക്കുന്നു. पापियों के पापों को क्षमा कर रहा है, പരീശന്മാരെയും ശാസ്ത്രീയ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുന്നു. फरीसी और शास्त्री को समझा रहा है। ആവശ്യക്കാരൻ നടുവിൽ ഒരു ദാതാവിനെ പോലെ നിൽക്കുന്ന യേശുവിനെയാണ് സുവിശേഷങ്ങളിൽ നാം കാണുന്നത്. हम देख सकते हैं सुसमाचार में जो लोग आवश्यकताएं हैं, उनकी आवश्यकताओं को पूरी करने वाले एक यीशु मसीह को हम यहाँ देखते हैं। യേശുവിന്റെ സ്വർഗാരോഹണത്തിന് ശേഷം यीशु मसीह के स्वर्गारोहण के बाद അതേ ആത്മാവിനെ പെന്തക്കോസ്ത് നാളിൽ പ്രാപിച്ച അഭിഷിക്തന്മാരെ ചുറ്റും ഒരു കൂട്ടം ആളുകൾ തിക്കിത്തിരക്കുന്നു, ഞങ്ങൾക്ക് നിങ്ങളുടെ സഹായം ആവശ്യമാണ്. स्वर्गारोहण के बाद यीशु मसीह के ऊपर जो आत्मा थी, उसी आत्मा को परमेश्वर ने चेलों के ऊपर उतारा, कोठरी में उतारा, और वो भीड़ उनसे सहायता मांग रही है। ശ്രദ്ധിക്കണമേ, ആമേൻ. അപ്പോൾ നമ്മുടെ മുമ്പിൽ ആമേ കൈകൂപ്പി അല്ലെങ്കിൽ കൈവിരിച്ച് നിന്ന് നമ്മോട് പ്രാർത്ഥിക്കുന്ന ഒരു ലോകം
ഞങ്ങളെ സഹായിക്ക. एक संसार है प्रियो, जहाँ पे संसार के लोग हमसे विनती करते हैं कि हमें समझाओ, हमारी सहायता करो। നാം പ്രാപിച്ച ദൈവശക്തിയും സുവിശേഷത്തിന്റെ ആമേൻ സന്ദേശവും കൈമാറുവാനുള്ളതാണ്. हमें जो हमारे ऊपर जो सुसमाचार की सत्य की सामर्थ उतरी है, वो हमें बांटने की आवश्यकता है। ആമേൻ അത് നേടുവാൻ വേണ്ടി നിൽക്കുന്ന ആളുകൾ ആമേൻ മുമ്പിൽ നിന്ന് വിലപിക്കുന്നു, നമ്മൾ അപേക്ഷിക്കുന്നു, ഞങ്ങളെ സഹായിക്കാം. सामने कई सारे लोग हैं प्रियो, जो विनती कर रहे हैं, रो रहे हैं और कह रहे हैं कि हमारी सहायता करे। അപ്പോസ്തലന്മാരുടെ മുമ്പിൽ മുഴുവൻ ലോകം മുട്ടുമടക്കുന്നു, ഞങ്ങളെ സഹായിക്കണം. प्रेरितों के सामने पूरी 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 दुनिया उनके सामने रो रही है, विनती कर रही है कि हमें समझाए। യേശു ഈ ശുശ്രൂഷ നിവർത്തിച്ചു. यीशु मसीह ने अपनी सेवा पूरी की। കർത്താവിന്റെ ശിഷ്യന്മാരെ അപ്പോസ്തലന്മാരെ കാര്യം പൂർത്തീകരിച്ചു. चेले ने पूरा अपनी सेवा को पूरा किया। ആ അപ്പോസ്തലന്മാരെ ശിഷ്യന്മാരായിരുന്ന പലരും ഇതേ ശുശ്രൂഷ പൂർത്തീകരിച്ച് മടങ്ങിപ്പോയി. जो चेले थे, जो प्रेरित थे, वो यही सेवा को पूरी करके चले സഭാ गए। പിതാക്കന്മാർ ഇത് തന്നെ ചെയ്തു. जो कलीसिया के जो पिता थे, जो कलीसिया के जो प्राचीन पिता थे, वो उन्होंने भी इसी सेवा को पूरा किया। ഇന്ന് വരെ ദൈവസഭ അനുവദിക്കുന്ന കാര്യം ഇതാണ്, ആമേ അവർ ലോകത്തെ സഹായിച്ചുകൊണ്ടേയിരുന്നു. अभी हम लोग कलीसिया के इतिहास को देखते हैं, तो जो कलीसिया है वो संसार को और औरों को सहायता करती थी। 2025 ഈ ഏപ്രിൽ മാസം അവസാന ദിനങ്ങളിൽ ആത്മാവിൽ സന്ദേശങ്ങൾ അഭിഷിക്തനെ നാം ചെറിയവരല്ല. ആമേൻ. ഫിലിപ്പിയിൽ അല്ലെങ്കിൽ ത്രോവാസിൽ നിന്ന് ദർശനം കണ്ട പൗലോസിനെ പോലെ ലോകം മുഴുവൻ ആമേൻ നമ്മുടെ മുമ്പിൽ കൈകൂപ്പി അപേക്ഷിക്കുന്നു, ഞങ്ങളെ വന്ന് സഹായിക്കണം. 2025 इस अप्रैल महीने के आखिरी दिनों में हम एक बात जान ले कि हमारे ऊपर सुसमाचार की सत्य की सामर्थ उतरी है। हम असाधारण लोग हैं, हम साधारण लोग नहीं है। हम जिस प्रकार देखते हैं त्रोआस में पौलुस दर्शन देखता है, संसार उनसे विनती करता है, मकदूनिया उनसे विनती करता है कि आकर हमारी सहायता करे। ആമേൻ. നമുക്കറിയാം ആമേൻ, രാജനൈതിക് പൊളിറ്റിക്കൽ ആളുകളല്ല ആമേൻ ഈ നമ്മുടെ ദേശത്തെ ആമേൻ സഹായിപ്പാൻ കഴിവുള്ളവർ. हम देख सकते हैं प्रियो, जो राजनीतिक, जिनके पास जो राष्ट्रीय बल है, जिनके पास राजनीतिक पकड़ है, वो सहायता नहीं कर सकते, आवश्यकता को पूरी नहीं कर सकते। ആമേൻ. ഈ ദേശത്തെ സഹായിപ്പാൻ കഴിവുള്ള ഒരു കൂട്ടം ആമേൻ നമ്മുടെ ഭാരതത്തിലുണ്ടെങ്കിൽ അത് മറ്റാരുമല്ല, നാം കർത്താവിന്റെ ശിഷ്യന്മാർ സുവിശേഷത്തിന്റെയും ആത്മശക്തിയും പ്രാപിച്ച നാമാണ്. अपने अपने प्रदेशों की आवश्यकताओं को पूरी करने का और किसी के पास सामर्थ्य नहीं प्रिय, हमारे पास सामर्थ्य है, जिनके पर सुसमाचार का सत्य की सामर्थ उतरी हुई है। രാവിലെ സന്ദേശം കേൾക്കുന്ന മധ്യേ നാം ആരാണെന്നുള്ള തിരിച്ചറിവ് നമ്മളെ ഭരിക്കട്ടെ. आज की सुबह जब हम इस वचन को पढ़ते हैं, तो हम एक बात समझ ले कि हम कौन है, हम जान ले कि हम कौन है, हम असाधारण लोग हैं। ത്രോവാസിൽ വിശ്രമിച്ച പൗലോസിന്റെ കാര്യം മനസ്സിലായി മുഴുവൻ മക്കദോനിയും ആമേ എന്റെ സഹായത്തിന് വേണ്ടി കാത്തിരിക്കുന്നു. त्रोआस में आराम करने वाला पौलुस जब दर्शन देखता है, तो उसे समझ आता है कि एक मकदूनिया है जो मेरी सहायता का इंतजार कर रहा है। നാം ആയിരിക്കുന്ന പട്ടണത്തെ, നാം ആയിരിക്കുന്ന ഗ്രാമത്തെ, ദൈവം നമ്മളെ അയക്കുന്ന ദേശത്തിലെ ആളുകളുടെ അവരുടെ ആവശ്യങ്ങൾ നിവർത്തിപ്പാനായി ആമേ കഴിവുള്ള ഒരു കൂട്ടരെയാണ് ഇന്ന് രാവിലെ കർത്താവ് ഈ മീറ്റിംഗിൽ വിളിച്ചു ചേർത്തിരിക്കുന്നത്. जिस राज्य में हम हैं, जिस प्रदेश में हम रहते हैं, जिस राज्य में, जिस गांव में हमें भेजा गया है सेवा करने के लिए, वहां के लोगों की सहायता करने के लिए, वहां की जनता की सहायता करने के लिए, उनकी चीजों को भरपूरी के साथ भरने के लिए परमेश्वर ने हमें बुलाया है। ആമേ സഹായിപ്പാനായി ലോകത്തിലേക്ക് അയക്കപ്പെട്ടവരാണ് നാം. हम सहायता करने के लिए इस पृथ्वी इस दुनिया में भेजे गए। ആമേൻ. ആവശ്യക്കാർ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നതിന്റെ അർത്ഥം എന്താണെന്ന്, जो भीड़ है उन्हें समझ नहीं आ रही, इसका मुख्य कारण ये है। ആമേ പല രീതിയിലുള്ള ബലഹീന രോഗത്താലും ശാപത്താലും പൈശാചിക ബന്ധനത്താലും അടിമപ്പെട്ട് നിസ്സഹായരായി നിൽക്കുന്ന ലോകത്തിലേക്ക് അവരെ ശക്തീകരിപ്പാൻ, സൗഖ്യമാക്കുവാൻ, സുവിശേഷത്തിന്റെ ശക്തിയാൽ അവരെ ആമേൻ മാനസാന്തരപ്പെടുവാൻ തക്കവണ്ണം ആമേൻ ദൈവശക്തിയും അഭിഷേകം പ്രാപിച്ചവരാണ് ദൈവസഭ. जो परमेश्वर की जो कलीसिया है, वो जो सामर्थ है उनके ऊपर, वो सुसमाचार का प्रचार करने की सामर्थ है, रोगियों को चंगा करने की सामर्थ है। ये सामर्थ को, वो आवश्यकताओं को पूरी करने के लिए परमेश्वर ने दिया है। ആമേ പത്രോസ് എഴുന്നേറ്റ് പറയുന്നു, ആമേ യോവേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്ത ആമേ വലിയ സന്ദേശം പൂർത്തീകരിക്കപ്പെടുകയാണ്. ഇത് ആത്മാവിന്റെ നിറവാണെന്ന് പെന്തക്കോസ്ത് നാളിൽ ആമേ ശക്തമായി
പത്രോസ് സംസാരിക്കുന്നു. पेंतुकुस्त के दिन के समय में पतरस खड़े होकर बड़े ही दृढ़ता के साथ खड़े होकर कहता है कि योएल भविष्यवक्ता की भविष्यवाणी थी जो पूरी हो गई कि जो हम पे सामर्थ उतरी है, ये भविष्यवाणी योएल ने करी थी। അർത്ഥം മനസ്സിലാക്കിയ ആളുകൾ കൂട്ടമായി യേശുവിനെ അറിയുന്നു, സ്നാനപ്പെട്ട് സഭയോട് ചേരുന്നു. समझ जो ये जो पतरस कहता है बातों को समझने के बाद भीड़ में से कई लोग परमेश्वर को जानकर कलीसिया में जुड़ गए थे। അതുപോലെ തന്നെ 8-ാം അധ്യായത്തിൽ നമുക്കറിയാം, ആമേൻ, തന്റെ ചോദ്യം, ഒരുവൻ പൊരുൾ തിരിച്ചറിഞ്ഞാൽ ഞാൻ എങ്ങനെ ഗ്രഹിക്കുമെന്ന് പറഞ്ഞ ആമേൻ ഷണ്ണനോട് ഫിലിപ്പോസ് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നു. താൻ യേശുവിനെ സ്വീകരിക്കുന്നു. താൻ സ്നാനപ്പെട്ട സമാധാനത്തോടെ എത്യോപ്യയിലേക്ക് യാത്രയാകുന്നു. हम देख सकते हैं 8वें अध्याय में हम देख सकते हैं खजांची को, जिसके बारे में हम लोग अभी पढ़ रहे थे। खजांची कहता है कि मुझे कोई समझाए, इसका अर्थ मुझे कोई समझाए। फिलिप्पुस वहां पे पहुंचकर इन बातों को समझाता है। हम आगे पढ़ सकते हैं, वहां पे परमेश्वर को जानकर बपतिस्मा लेकर वापस अपने अपने प्रदेश इथियोपिया जाता है। റോവാസിൽ വെച്ച് ദൈവിക ദർശനം പ്രാപിച്ച പൗലോസ് അവിടെ പിന്നെ വിശ്രമിക്കാതെ തനിക്ക് മനസ്സിലായി സുവിശേഷത്തിന് വേണ്ടി ആമേൻ മക്കദോന്യ കാത്തിരിക്കുന്നു. നേരിട്ട് ത്രോവാസിൽ താൻ ഫിലിപ്പിലേക്കുള്ള യാത്ര ആരംഭിക്കുകയാണ്. तो हम देख सकते हैं त्रोआस में जो पौलुस आराम कर रहा है, वो जो त्रोआस में जो पौलुस आराम कर रहा था, उसने जब वो दर्शन देखा तो हम देख सकते हैं कि पौलुस को यह एहसास हुआ कि मकदूनिया में इंतजार कर रहा है। त्रोआस से निकलकर वो फिलिपी पहुंचता है। യൂറോപ്പിലെ സുവിശേഷത്തിന് വേണ്ടി സ്വർഗം തുറന്ന വാതിലായിരുന്നു मासिडोनियन कॉल। हम देख सकते हैं इतिहास जब पढ़ते हैं तो जो यूरोप जो प्रांत है उसका उस पे सुसमाचार का प्रचार करने के लिए बहुत बड़ा एक दरवाजे के तौर पे था मकदूनिया। ഒരു വലിയ ഭൂഖണ്ഡത്തെ സഹായിപ്പാനായി ദൈവാത്മാവ് പറയുന്നു, പൗലോസേ ഞാൻ നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. बहुत बड़े प्रदेश को सहायता करने के लिए हम देख सकते हैं पौलुस को परमेश्वर ने चुना था। ഇന്ന് രാവിലെ നന്ദി പറയാമോ? ആമേൻ, നമ്മുടെ ഭാരതദേശത്തെ സഹായിപ്പാനായി ദൈവം എനിക്ക് അഭിഷേകം തന്നിരിക്കുന്നു. परमेश्वर को धन्यवाद कर सकते हैं, भारत देश की सहायता करने के लिए परमेश्वर ने हमें चुना। ആമേൻ, മുഴുവൻ മഹാരാഷ്ട്രയും മുഴുവൻ ബോംബെയും ആമേൻ സഹായിപ്പാനായ ദൈവം എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. महाराष्ट्र के लोगों को सहायता करने के लिए परमेश्वर ने हमें चुना। कितने लोग धन्यवाद कर सकते हैं। ഞങ്ങളായിരുന്നു ഉത്തർപ്രദേശത്തെ സഹായിപ്പാനായ ദൈവം ഞങ്ങൾക്ക് അഭിഷേകം തന്നിരിക്കുന്നു. उत्तर प्रदेश में लोगों की सहायता करने के लिए परमेश्वर ने हमें चुना। परमेश्वर को धन्यवाद। നിരവധി ആത്മാവിൽ പറയാമോ, കർത്താവേ, ആമേൻ, ആളുകളെ, ദേശങ്ങളെ, ആമേ, ഭൂഖണ്ഡങ്ങളെ, മുഴു ലോകത്തെയും സഹായിപ്പാനായി ആമേ തീർത്തനായി ഞാൻ നന്ദി പറയുന്നു. परमेश्वर को धन्यवाद, सहायता करने के लिए सामर्थ आपने मुझे दिया। धन्यवाद प्रभु, जो लोगों को आवश्यकताओं को पूरी करने के लिए एक सामर्थ आपने दिया। परमेश्वर प्रभु धन्यवाद। അഭിഷിക്തന്മാരെ, ഇന്ന് ദൈവദാസിമാരെ, അപ്പോൾ സഹായിപ്പാനായി ദൈവത്താൽ ശക്തി പ്രാപിച്ചവരായ നാം സഹായിക്കാതിരുന്നാൽ നമ്മുടെ മുമ്പിലെ ആവശ്യക്കാരൻ സഹായമില്ലാതെ ആമേൻ നശിച്ചു പോകുന്ന കാര്യം നാം ഗ്രഹിക്കണം. प्रभु के दासों में बात करना चाहता हूँ, अगर हमारे ऊपर वो सामर्थ्य है और हम लोगों की मदद नहीं कर रहे हैं, उनकी सहायता नहीं कर रहे हैं, तो जो खड़े होकर वो लोग विनती कर रहे हैं, वो नाश हो जाएंगे। ആമേൻ, നാം അസാധാരണക്കാരായവർ, ये हम असाधारण लोग हैं। വലിയ ദൈവശക്തിയെ പ്രാപിച്ചവർ, हम परमेश्वर के सामर्थ्य को पाए हुए लोग। നാം ബലഹീനരല്ല. हम बलहीन लोग नहीं हैं। ആമേൻ, നാം ബലഹീനരല്ല. हम बलहीन लोग नहीं हैं। ആ വലിയ ദൈവശക്തി എന്തിനു പകർന്നു നമ്മുടെ മേൽ? तो परमेश्वर की सामर्थ हम पे क्यों आई है? വായിക്കുന്നു, നിങ്ങൾ ശക്തി ലഭിച്ചിട്ട്, हम पढ़ सकते हैं कि परमेश्वर का आत्मा तुम पर आएगा तो। ആമേൻ, നാം വായിക്കുന്നു, നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദിയിലും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകും. यरूशलेम, यहूदिया, सामरिया और पृथ्वी के छोर तक मेरे गवाह होंगे। ആമേൻ, ആളുകളെ സഹായിക്കുന്നവരായി യെരൂശലേമിൽ നിന്ന് പുറപ്പെട്ട ദൈവസഭ ലോകത്തിന്റെ അറ്റത്തോളം മുഴു ലോകത്തെയും സഹായിപ്പാനായി വിളിക്കപ്പെട്ടവർ. जो प्रिय हम देख सकते हैं, जो जिनको परमेश्वर ने बुलाया था, उनको परमेश्वर ने बुलाया था पृथ्वी के छोर तक लोगों की सहायता करने के लिए चुना था। ആമേൻ, ലോകത്തെ സഹായിപ്പാൻ കഴിവുള്ളൊരു കൂട്ടരുണ്ടെങ്കിൽ മറ്റാരുമല്ല, നാം കർത്താവിന്റെ ശക്തിയെ പ്രാപിച്ച നാമാണ് ലോകത്തെ സഹായിപ്പാൻ കൃപ ലഭിച്ചവർ. एक तरफ भीड़ है जहाँ पे वो अचकित है, वो घबराए हुए हैं, वो सहायता की मांग करते हैं, तो फिर दूसरी तरफ हम हैं, भाई हमारी जिम्मेदारी है कि हम उनकी सहायता करें। യേശുവിന്റെ നാമത്തിൽ നന്ദി പറയാമോ? കർത്താവേ, മുഴു ലോകത്തെയും സഹായിപ്പാനായി നീ എന്നെ വിളിച്ചതിനായി നന്ദി പറയുന്നു അപ്പാ. परमेश्वर को धन्यवाद, आपने पूरी दुनिया को, पूरे संसार को सहायता करने के लिए आपने मुझे बुलाया। धन्यवाद। ആമേ, കാര്യങ്ങൾ മനസ്സിലാകാതെ ആമേ ചോദ്യങ്ങളുമായി ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ള ആമേ നിരവധി പ്രശ്നങ്ങൾക്ക് ഉത്തരം കാണാതിരിക്കുന്ന ആമേ പുരുഷാരത്തിന് ആമേ കാര്യങ്ങൾ പറഞ്ഞുകൊടുത്ത് ആമേൻ അവരെ സൗഖ്യമാക്കുവാനും ബലപ്പെടുത്തുവാനും നോക്കണം അധികാരം പ്രാപിച്ച അപ്പോസ്തലന്മാർ. हम प्रेरितों को देख सकते हैं, प्रेरितों में सामर्थ्य प्रियो है। भीड़ जो अचकित थी
चकित थी, घबराई हुई थी, सवाल पे सवाल पूछ रही थी, भीड़ को कुछ समझ नहीं आ रहा था। उनकी सहायता करने के लिए प्रेरितों को परमेश्वर ने सामर्थ दी थी। ആമേ സഹായിപ്പാനായി വരം ലഭിച്ചവർ. सहायता करने के लिए परमेश्वर ने सामर्थ दी। ആമേ ബന്ധനങ്ങളെ അഴിപ്പാൻ ശക്തി പ്രാപിച്ചവർ. बंधनों को खोलने के लिए सामर्थ मिला हुआ है। ഇരുട്ടിന്റെ ശക്തിയെ ആമേ ബന്ധിക്കുവാൻ അധികാരം പ്രാപിച്ചവർ. अंधेरे को हटाने की सामर्थ रखने वाले प्रेरित जन। രോഗിയെ ആമേ സൗഖ്യമാക്കുവാൻ ആമേൻ ഓ ദൈവശക്തിയെ പ്രാപിച്ചവർ. रोगियों को चंगा करने वाली सामर्थ रखने वाले प्रेरित को देखते हैं। ഹല്ലേലൂയ. അസാധാരണക്കാരാണ് നാം. असाधारण लोग हैं प्रियो हम लोग। നാം അസാധാരണക്കാർ. प्रियो हम असाधारण लोग हैं। വലിയ ബലം പ്രാപിച്ചവർ. हम बड़े ही सामर्थ को पाए हुए വലിയ ദൈവശക്തിയെ പ്രാപിച്ചവർ. सामर्थ को पाए हुए लोग। ആമേൻ. നാം ദേശങ്ങളെ പിടിച്ചടക്കും. हम प्रदेशों को अपने अधीन करेंगे। ആമേൻ. നാം ദൈവസഭയുടെ വിശ്വാസതയ്ക്ക് വേണ്ടി രാത്രിയും പകലും ഒരുമിച്ച് അധ്വാനിക്കും. कलीसिया की सामर्थ सीमा को बढ़ाने के लिए हमें मेहनत करेंगे। നാം പട്ടണങ്ങളെ പിടിച്ചടക്കും. हम शहरों को अपने अधीन करेंगे। ആവശ്യക്കാർ മുമ്പിൽ കരം നീട്ടുമ്പോൾ നാം അവരെ കരം പിടിച്ച് ഉയർത്തും. जब सहायता में जो लोग हाथ फेरे खड़े हैं उनको हाथ उठाकर हम उनकी सहायता करेंगे। ഹല്ലേലൂയ. हालेलुया। ഹല്ലേലൂയ. ഇന്ന് രാവിലെ നന്ദിയോടെ പറയാമോ കർത്താവേ, ഇത്ര ശ്രേഷ്ഠമേറിയ ശുശ്രൂഷയ്ക്ക് വേണ്ടി കർത്താവ് ഇതിനെ വിളിച്ചതിനായി നന്ദി പറയുന്നു. प्रभु धन्यवाद, ये बहुमूल्य श्रेष्ठ सेवकाई के लिए आपने मुझे बुलाया, धन्यवाद। നാം അവിടെ നിന്ന് വായിക്കുന്നു, 16-ാം അധ്യായത്തിൽ വായിക്കുന്നു, പൗലോസിന്റെ യാത്രയാണ് മക്കദോനിയയിലേക്ക്. 16वें अध्याय हम देख सकते हैं मकदूनिया के प्रांत में पौलुस आता है। നാം വായിക്കുന്നു, ആമേൻ, ഭാവി പ്രവചിക്കുന്ന ഒരു സ്ത്രീയെ वहां സൗഖ്യമാക്കുന്നു. पे देख सकते हैं कि जो भविष्य का भविष्यवाणी करने वाली, एक भावी कहने वाली एक स्त्री के बारे में हम पढ़ते हैं। ലുദിയ എന്ന ആമേ വലിയ ധനാഢ്യ ഒരു സ്ത്രീയെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നു. लुदिया नामक एक बिजनेस वुमन, एक वहां पे व्यापारी को हम देख सकते हैं, लुदिया को। നാം വായിക്കുന്നു, പിന്നെ കാരാഗ്രഹ പ്രമാണി ആമേൻ താൻ നിസ്സഹായനായി ആത്മഹത്യക്ക് ശ്രമിക്കുമ്പോൾ തന്നെ സൗഖ്യമാക്കുന്ന, തന്നെ ബലപ്പെടുന്ന പൗലോസിനെയാണ് 16-ാം അധ്യായത്തിൽ കാണുന്നത്. हम देख सकते हैं दरोगा जिन्होंने पौलुस और शिलास को बंदीगृह में रखा था, वो भी एक सहायता की मांग करता है। वो वहां पे खुद को मारने की कोशिश करता है। वो घबराया हुआ एक दरोगा को वहां देखते हैं। പണമുണ്ടായിരുന്നിട്ടും കാര്യങ്ങൾ മനസ്സിലാകാതെ ലുദിയ, काफी सारा धन होने के बावजूद चीजों को ना समझने वाले एक लुदिया को हम वहां देखते हैं। ഒരു കൂട്ടം ആളുകളുടെ നടുവിൽ ആമേൻ ബന്ധനസ്ഥനായി പിശാചിന്റെ ശക്തിയാൽ കെട്ടപ്പെട്ട ആമേ നമുക്കറിയാം ഒരു സ്ത്രീ അവളെ സൗഖ്യമാക്കുന്നു. चारों तरफ जो लोग खड़े थे, ऐसी स्त्री को हम देख सकते हैं। भावी कहने वाली जो स्त्री थी, जो शैतान उसके अंदर एकदम समाया हुआ एक स्त्री को हम वहां देखते हैं। കാരാഗ്രഹ പ്രമാണി റോമൻ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിരുന്നിട്ടും നിരാശയാൽ ജീവിതം അവസാനിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ പൗലോസിനാൽ ആമേൻ പൂർണ്ണമായി സൗഖ്യമാക്കപ്പെടുന്നു. रोमी साम्राज्य का एक दरोगा हम वहां देख सकते हैं बंदीगृह में। जब वहां पे देखते हैं वो निराश हो जाता है, खुद को मारने की कोशिश करता है। ശ്രദ്ധിക്കണമേ, ആമേൻ, നമ്മെ ലോകം തിരയുന്നു സഹായിപ്പാനായി. प्रियो, संसार हमारा इंतजार कर रहा है सहायता मांगने के लिए। ആമേൻ. ഫിലിപ്പിയിലെ ആളുകൾ നമ്മെ കാത്തിരിക്കുന്നു. फिलिपी जो देश है, वहां के लोग हमारे लिए इंतजार कर रहे हैं। ലുദിയ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. लुदिया जो है हमारा इंतजार कर रही है। ആ ഭാവി പറയുന്ന സ്ത്രീ സൗഖ്യമാകുവാൻ വേണ്ടി പൗലോസിനെ കാത്തിരിക്കുന്നു. वो भावी कहने वाली जो स्त्री है, वो हमारा इंतजार कर रही है अपनी मुक्ति के लिए। കാരാഗ്രഹ പ്രമാണിയും കുടുംബത്തിനും രക്ഷയ്ക്ക് വേണ്ടിയും ജീവൻ പ്രാപിക്കാൻ വേണ്ടി പൗലോസിനെ കാത്തിരിക്കുന്നു. दरोगा जो है वो पूरा अपने लिए भी, अपना परिवार के लिए भी, अपने पूरे घराने के लिए वो सहायता की मांग कर रहा है। നമുക്ക് എങ്ങനെ ത്രോവാസിൽ വിശ്രമിക്കുവാൻ കഴിയും? हम त्रोवास में कैसे आराम कर सकते हैं? നാം ത്രോവാസിൽ എങ്ങനെ കിടന്നുറങ്ങുവാൻ കഴിയും? हम कैसे त्रोवास में सो सकते हैं? ആമേൻ. ത്രോവാസിൽ നിന്ന് വീണ്ടും ആമേൻ യെരൂശലേമിലേക്ക് മടക്കയാത്രയല്ല, ത്രോവാസിൽ നിന്ന് മക്കദോനിയയ്ക്കുള്ള യാത്രയാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. त्रोवास में आराम करके वापस यरूशलेम आना परमेश्वर की इच्छा नहीं है प्रियो। ആമേൻ. ഗലാത്യ ദേശത്തെ സഭയെ സന്ദർശിക്കാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് പൗലോസ്. गलाती की कलीसिया में प्रचार करने के लिए, वहां की कलीसिया को संभालने के लिए पौलुस घर से निकला था। പരിശുദ്ധാത്മാവ് കൊണ്ടുപോയി നേരിട്ട് ത്രോവാസിലേക്ക്. पवित्र आत्मा उसको लेकर सीधा त्रोवास पहुंचा। അതിനപ്പുറത്തേക്കുള്ള യാത്ര പൗലോസ് ചെയ്തിട്ടില്ല. उसके आगे पौलुस कभी यात्रा नहीं किया। പൗലോസിന്റെ യാത്രയുടെ
ആമേൻ പദ്ധതിയിൽ ആമേൻ ഇപ്പോൾ മക്കദോനി എന്ന സ്ഥലമില്ലായിരുന്നു. जो पौलुस का जो यात्रा करने का उसका जो प्लान था, उसका जो चीजें उसने सोच के रखी थी, उन चीजों में मकदूनिया नहीं थी। ആമേൻ എന്നാൽ പരിശുദ്ധാത്മാവ് തന്നെ മക്കദോനിലേക്ക് കൊണ്ടുപോവുകയാ. लेकिन फिर भी पवित्र आत्मा उसे मकदूनिया ले जाता है। ഇന്ന് രാവിലെ ഈ ആത്മാവിൽ എത്ര പേർ സന്ദേശം ശ്രവിക്കുന്നു? जो कितने लोग आज की सुबह आत्मा में भर कर इस वचन को सुन रहे हैं। ആമേൻ ഇന്ന് രാവിലെ ആമേൻ നമുക്കറിയാം നാം ചിന്തിക്കാത്ത നമ്മുടെ ജീവിതം നാം പദ്ധതി ഇടാതിരുന്ന ഒരുപാട് ഇടങ്ങളിലാണ് നാം നിൽക്കുന്നത്. जो हम जानते हैं, हम जहाँ पे खड़े हैं, कई बार ऐसी चीजें आती हैं, हमने सोचा नहीं था, हमने इस चीजों को प्लान नहीं किया था, लेकिन हम वहाँ पे खड़े हैं आज। ആമേൻ നാം ആരെങ്കിലും ചിന്തിച്ചതായിരുന്നു ആമേൻ ഈ 2025 ഈ ദിനങ്ങളിൽ നാം ഈ ദേശത്ത് കർത്താവിന്റെ വേലയിൽ ഈ രീതിയിലായിരിക്കുമെന്ന്? कितने लोग ये कह सकते हैं कि मैंने ये सोचा था कि 2025 के अप्रैल महीने के आखिरी दिनों में मैं यहाँ पे सेवा कर रहा हूँ, मैं यहाँ सेवा कर रही हूँ। നാം പലപ്പോഴും ത്രോവാസിൽ നിന്ന് മടങ്ങിപ്പോകാൻ വേണ്ടി പദ്ധതി ഇട്ടവരാ. हम लोग प्रियो कई बार त्रोवास से वापस मुड़ने का हमने अपना प्लान बनाया था। ആമേൻ ഗലാത്യ പ്രദേശങ്ങളിൽ ചുറ്റി നടന്ന് മടങ്ങിപ്പോകാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ. हम गलाती की कलीसिया में ही सिर्फ सेवा करने के लिए घर से निकले थे। എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ഇപ്പോൾ മക്കദോനിൽ എത്തിച്ചതിനായി സ്തോത്രം പറയാം. लेकिन परमेश्वर का आत्मा हमें मकदूनिया पहुंचाना जा रहा है। परमेश्वर को धन्यवाद करें। ആമേൻ ദൈവം നമ്മളെ കൊണ്ടുവന്നതിനായി സ്തോത്രം പറയാമോ? परमेश्वर ने हमें लाया, परमेश्वर को धन्यवाद करें। ആമേൻ ദൈവത്തിന്റെ പദ്ധതിക്കായി സ്തോത്രം പറയാമോ? ഇന്ന് രാവിലെ परमेश्वर के उद्देश्य के लिए परमेश्वर को धन्यवाद करें। ആമേൻ നമ്മൾ ഇന്ന് വന്നതാണോ? ദൈവം നമ്മൾ നടത്തിയതല്ലേ? परमेश्वर ने हमें यहाँ तक लाया, परमेश्वर को धन्यवाद करें। പ്രവാസിൽ വിശ്രമിച്ച് മടങ്ങിപ്പോകാൻ വേണ്ടി പ്ലാൻ ഇട്ടപ്പോൾ ദൈവം നമ്മളെ മക്കദോനിൽ കൊണ്ടുവന്നില്ലേ? प्रवास में आराम कर रहे थे, परमेश्वर ने मकदूनिया में लाया है ना। നമ്മൾ अथवा മടങ്ങി തിരിച്ചു പോരുന്നെങ്കിൽ ആമ ഇതുപോലുള്ള സഭകൾ ഫിലിപ്പിയിൽ തുടങ്ങിയ ഇടങ്ങളിൽ സഭകൾ ആമ ഇറക്കുമായിരുന്നുവോ? अगर हम प्रवास से वापस मुड़ जाते तो क्या फिलिपी में कलीसिया स्थापना होती? യൂറോപ്പിൽ സുവിശേഷത്തിന് വേണ്ടി വാതിൽ തുറന്നപ്പോൾ നടന്നു കയറുവാൻ ഇവിടെ പൗലോസ് ദൈവം തിരഞ്ഞപ്പോൾ പൗലോസ് ത്രോവാസിൽ ഉറങ്ങിയിരുന്നെങ്കിൽ കാര്യം നടക്കുമായിരുന്നുവോ? यूरोप प्रांत खुल गया था, वहाँ पे त्रोवास में आराम कर रहा था, तो क्या वो मकदूनिया के लिए वो निकला था? ആമേ ലുദിയ രക്ഷിക്കപ്പെടുമായിരുന്നു? क्या लुदिया, अगर मकदूनिया में वो पौलुस नहीं पहुंचता तो क्या लुदिया उद्धार पाती? ആമേ ഭാവി പറയുന്ന സ്ത്രീ യേശുവിനെ അറിയുമായിരുന്നുവോ? क्या वो भावी कहने वाली स्त्री यीशु मसीह को जान पाती? ആമേ റോമൻ ജയിലർ ആമേ താനും കുടുംബവുമായി മരിക്കുമായിരുന്നില്ലേ? अगर मकदूनिया में पौलुस नहीं आता तो क्या वो दरोगा मर नहीं जाता? ആമേ ദൈവത്തിന്റെ പദ്ധതിക്കായി പറയാമോ? നന്ദിയപ്പാ, നീ എന്നെ ആമേൻ ഇവിടെ കൊണ്ടുവന്ന മക്കദോനിയിൽ. परमेश्वर के उद्देश्य के लिए परमेश्वर को धन्यवाद करे। प्रभु धन्यवाद, आपने मकदूनिया में मेरे को लाया। ആമേൻ നാം എത്ര പ്രാവശ്യം ദൈവാത്മാവിൽ യാത്ര ചെയ്തതുകൊണ്ട് എത്രയോ ലുദിയമാർ സൗഖ്യമായി അവർ രക്ഷിക്കപ്പെട്ടു. पवित्र आत्मा की बात को सुनकर प्रियो, जब हम मकदूनिया कितनी बार पहुंचे, कितनी सारी लुदियाओं को प्रियो वो उद्धार पाए हुए कई सारी लुदिया हमारे जीवन में है। അഭിഷക്തമാർക്കറിയാം രാത്രിയുടെ നമ്മൾ ദൈവാത്മാ ദർശന നിമിത്തം പോയിടങ്ങളിൽ എത്രയോ സഭകൾ നാം സ്ഥാപിച്ചിട്ടുണ്ട്. हम देख सकते हैं कई सारे चेलों को, हमें आपस में लोगों को हम देख सकते हैं जो रात में दर्शन देखे, दिन में जाकर कलीसिया को स्थापना करने वाले कई सारे लोग हमारे मध्य। ദൈവാത്മാവിനാൽ നടന്നുകൊണ്ടല്ലേ നാം ഒരുപാട് സഭകൾ സ്ഥാപിച്ചത്. पवित्र आत्मा में पवित्र आत्मा की बात को मानकर हमने कई सारी कलीसिया की स्थापना की। എത്രയോ ദൈവദാസിദാസന്മാർ അവർക്ക് ലഭിച്ച സന്ദേശം അനുസരിച്ച് ലഭിച്ച ഗൈഡൻസ് അനുസരിച്ച് നമ്മുടെ വീട് തേടി വന്നുകൊണ്ടാണ് ഇന്ന് ആമേ നമ്മിൽ പലരും ഈ രാവിലെ ഈ സൂം പ്ലാറ്റ്ഫോമിൽ ദൈവത്തെ ആരാധിക്കുന്നത്. परमेश्वर के वो उद्देश्य के कारण ही कई सारे लोग हमें ढूंढते हुए हमारे घरों में आए हैं, जो आज हमारे सभा में बैठे हुए हैं। പറയാമോ കർത്താവേ, ഇന്ന് മുതൽ ദൈവാത്മാവിനോട് പറയുന്ന മുഴുവൻ ഞാൻ ചെയ്യും. परमेश्वर सुबह प्रभु वो पवित्र आत्मा जो भी मुझसे कहता है मैं वो करूंगा। ആമേ കർത്താവ് തരുന്ന ചെറിയ സ്വപ്നത്തെ പോലും ഞാൻ യെസ് എന്ന് പറഞ്ഞ് ഞാൻ മക്കദോനിയിലേക്ക് യാത്ര ചെയ്യും. एक छोटे से छोटा दर्शन भी है, वो पवित्र आत्मा अगर मुझे देता है तभी मैं मकदूनिया जाऊंगा। ആമേ നാം ത്രോവാസിൽ നിന്ന് മടങ്ങി പോകുന്നവരല്ല, പിന്നെയോ ത്രോവാസിൽ നിന്ന് മുമ്പോട്ട് യാത്ര ചെയ്യുന്നവരായിരിക്കണം. त्रोवास से पीछे मुड़कर वापस घर जाने वालों में से नहीं, प्रियो मकदूनिया जाने वालों में से हमें होना चाहिए। ആമേ ത്രോവാസ് ദർശനം അവർ മടങ്ങിപ്പോകാൻ വേണ്ടി പിന്നെയോ മുമ്പോട്ട് ഉണർവോടെ മുമ്പോട്ട് കുതിക്കുവാൻ വേണ്ടിയാണ്. त्रोवास में दर्शन मिला था, वो वापस जाने के लिए नहीं था, वो आगे और भी फुर्ती से सेवा करने के लिए था। ആമേ ത്രോവാസിൽ നിന്ന് നാം യാത്ര ചെയ്തത് മക്കദോനിയെ സഹായിക്കുവാൻ വേണ്ടിയാണ്. त्रोवास से उठकर हमने वो दर्शन पाकर उठे थे, इसका एक ही कारण था, मकदूनिया के लोगों की सहायता करने के लिए। സഹായിപ്പാൻ കഴിവുള്ളവരാണ് നാം. सहायता करने के लिए हमारे पास बल है प्रियो। ആമേ ദൈവം നമുക്ക് ആ ശക്തിയും ബലവും തന്നിട്ടുണ്ട്. परमेश्वर ने वो सामर्थ और बल हमें दिया है। പെന്തക്കോസ്തിന്റെ ശക്തി എന്ന് പറയുന്നത് അസാധാരണമായ ശക്തിയാണ്. वो पेंटेकोस्ट की जो शक्ति है प्रियो जो हम में है, वो कोई साधारण शक्ति नहीं, असाधारण शक्ति है। ബലഹീനരെ ശക്തിപ്പെടുത്തുവാൻ വേണ്ടി ദൈവം നമുക്ക് അഭിഷേകം നൽകി. बलहीनों को बलवान बनाने की सामर्थ पे परमेश्वर ने हमें दी है। ആമേ നാം ആരും ബലഹീന എന്ന്
പറയരുത്. हम कोई भी ये ना कहे कि हम बलहीन हैं। നാം വലിയ ദൈവശക്തിയെ പ്രാപിച്ചവരാണ്. परमेश्वर की सामर्थ को पाए हुए लोग हैं। ആമേൻ. നാം ബലഹീനരെ സഹായിക്കുന്നവരാണ്. हम നാം बलहीनों को बलवान बनाने वाले लोग ആമേൻ. हैं। വലിയ ഭൂഖണ്ഡത്തെ മുമ്പിൽ നിർത്തിയിട്ട് ദൈവാത്മാവ് പറയുന്നു, പൗലോസേ ഈ ഭൂഖണ്ഡത്തെ നീ സഹായിക്കണം. बहुत बड़ा प्रांत को दर्शन में परमेश्वर दिखाता है कि हे पौलुस, तुम्हें इस प्रांत में, इस प्रदेश में आकर सहायता करनी है। 150 കോടി ജനം വരുന്ന ഭാരതത്തെ നോക്കി നാം പറയുന്നു, ഞാൻ ഭാരതത്തെ സഹായിപ്പാൻ ദൈവത്താൽ വിളിക്കപ്പെട്ടവൻ. 140 करोड़ वाले एक जनसंख्या वाले इस देश भारत देश में कितने लोग कह सकते हैं इस भारत देश की सहायता करने के लिए परमेश्वर ने मुझे बुलाया ആമേൻ. है। ഉത്തര ഭാരതത്തെ സഹായിപ്പാൻ കഴിവുള്ളവനാണ് നാം. उत्तर भारत की सहायता करने के लिए परमेश्वर ने हमें बुलाया है। അതിനുവേണ്ടി ദൈവം നമ്മെ അഭിഷേകം നൽകി. वो प्रिय हमें वो बल है, वो परमेश्वर ने हमें सामर्थ्य दी हुई है। ആമേൻ. സഹായിപ്പാൻ അഭിഷേകം നൽകിയവർ. वो सहायता करने के लिए परमेश्वर ने हमें अभिषिक्त किया है। ആമേൻ. ഈ ദിവസങ്ങളിൽ നമുക്ക് എഴുന്നേൽക്കാം ദൈവത്തിന്റെ പൈതലേ. जो हमें आज के दिनों में खड़े होने की आवश्यकता है। ആമേൻ. നമുക്ക് മുമ്പോട്ട് കുതിക്കാം. हमें आगे बढ़कर फुर्ती से सेवा करने की ആമേൻ. आवश्यकता है। നമുക്ക് മാസിഡോണിയ ലക്ഷ്യമാക്കി മുമ്പോട്ട് പോകാം. हमें दुनिया को लक्ष्य बनाकर आगे बढ़ने की आवश्यकता ആമേൻ. है। മുഴുദേശവും നമ്മെ वो കാത്തിരിക്കുന്നു. दुनिया हमारा इंतजार कर रहा है। ആമേൻ. മക്കതോന്യ പുരുഷൻ എന്ന് വിളിക്കുന്നു. ആമേൻ. വന്ന് കടന്നു വന്ന് ഞങ്ങളെ वो സഹായിക്കണം. मकदूनी पुरुष खड़े होकर विनती करता है कि पार उतरकर मकदूनिया में आओ। മുമ്പിൽ നിന്ന് കരം കൂപ്പി നിന്ന് വിളിക്കുന്നവനെ കണ്ടില്ല എന്നടിച്ച് മടങ്ങിപ്പോകരുത്. നമുക്ക് മുമ്പോട്ട് യാത്ര ചെയ്യണം. हाथ फेरे सामने खड़ा एक सहायता मांगने वाले आदमी को देखकर वापस नहीं मुड़ना, प्रिय उसे देखकर उसकी सहायता करना है। മുഴുദേശവും പിശാചിന്റെ അധീനത്തിൽ കിടക്കുകയാണ്. वो पूरा प्रांत उस शैतान के उस शैतान के अधीन है। वो पूरा प्रांत ലോകം പാപത്തിന്റെ അന്ധകാരത്തിൽ കിടക്കുകയാണ്. वो जो प्रांत है वो पूरा ही पाप से भरा हुआ है। ദേശം നമ്മെ വെയിറ്റ് ചെയ്യുന്ന ദൈവത്തിന്റെ वो പൈതലേ. प्रांत हमारा इंतजार कर रहा है। ഇന്ന് രാവിലെ എത്ര പേർ ഈ സന്ദേശത്തിന്റെ കാതിൽ ഗ്രഹിക്കുന്നു? तो कितने लोग आज के इस वचन को अपने अंदर स्वीकार कर रहे हैं। ആമേൻ. നമ്മുടെ ദേശം നമ്മെ കാത്തിരിക്കുന്നു. वो हमारा देश हमारा इंतजार कर रहा है। നാം പാർക്കുന്ന സംസ്ഥാനം നമ്മെ കാത്തിരിക്കുന്നു. हम जिस परिसर में रहते हैं वो हमारा इंतजार कर रहा നമ്മുടെ है। രാഷ്ട്രം എന്നെയും നമ്മയും കാത്തിരിക്കുന്നു. हमारा राष्ट्र हमारा इंतजार कर रहा है। നാം പാർക്കുന്ന ഏഷ്യ ഭൂഖണ്ഡം നമ്മെ കാത്തിരിക്കുന്നു. हम एशिया जहां हम जिस राज्य में हम रहते हैं, जो एशिया भूखंड में अब ദൈവത്തിന്റെ ദാസിയെ, कर रहा है। ദൈവത്തിന്റെ ദാസനെ ആമേൻ. ദൈവം ആമേൻ സഹായിപ്പാൻ വേണ്ടി നിന്നെ വിളിച്ചിരിക്കുന്നു. क्योंकि दास दासियों परमेश्वर ने हमें बुलाया है सहायता करने के ഈ लिए। ദിവസം എഴുന്നേൽക്കാം. आज के दिनों में ये जरूरी है कि हम खड़े हों, ശക്തിയെ പ്രാപിക്കാം. सामर्थ्य को पाए हुए जन हैं। യെരൂശലേമിലേക്കുള്ള മടക്കയാത്രയല്ല, മുമ്പോട്ട് പോകണം. यरूशलेम में वापस लौटने के लिए नहीं, बल्कि आगे बढ़ने के लिए പലപ്പോഴും बुलाया। നാം ചിന്തിക്കും, കർത്താവ് എനിക്ക് പ്രായം കൂടിയോ ക്ഷീണമായോ, വർഷം ഒരുപാടായില്ലേ, അധ്വാനിക്കുന്നു, ആമേൻ, ഇനി ഒരു സേഫ് പ്ലേസ് എനിക്ക് വേണ്ടേ. പലപ്പോഴും നാം എല്ലാം ചിന്തിക്കുന്ന വിഷയം ഇത്. कई सारे लोग हमें मध्य में ऐसे हैं जो ये सोचते हैं कि प्रभु मैं उम्र आ गया है, बुजुर्ग हो गया हूँ, अभी मेरे पैरों में बल नहीं है। ആമേൻ. ലോകപ്രകാരം ജോലി ചെയ്യുന്നവർ നമുക്കറിയാം, ഒരു പ്രായത്തിന് ശേഷം അവർ വിശ്രമ സ്ഥലത്ത് വേണ്ടി ഒരു സുരക്ഷിതത്വം തേടി ഒരു സെറ്റിൽ ആകാൻ വേണ്ടി കടന്നു. സെറ്റിൽ ആകുക. अगर हम संसार का नियम देखें तो जो नौकरी पेशे वाले लोग हैं, वो रिटायरमेंट के बाद एक जगह, जब सेवानिवृत्त होने के बाद एक जगह सेटल होने का, एक जगह पे घर लेकर सेटल होने का उनका प्लान होता है। പൗലോസേ, നീ ത്രോവാസിൽ മടങ്ങിപ്പോകരുത്, നിനക്ക് മുമ്പോട്ട് യാത്രയുണ്ട്. पौलुस, तुम्हें त्रोआस से वापस आने की आवश्यकता नहीं, तुम्हें आगे बढ़ने की आवश्यकता। മടക്കയാത്രയല്ല, वापस आने की, लौटने की यात्रा नहीं। എന്റെ ശുശ്രൂഷ കഴിഞ്ഞു, ഞാൻ എത്ര കാലം ശുശ്രൂഷിക്കണം, എനിക്കിനി അധികം കാലമില്ല, അല്ലെങ്കിൽ എന്റെ കാലിന് ബലം കുറഞ്ഞു, എന്റെ ശരീരം ക്ഷീണിച്ചു വരുന്നു, ആയുസ് ദിനങ്ങൾ കുറയുന്നു എന്നോർത്ത് മടക്കയാത്രയ്ക്ക് വേണ്ടി കാത്തിരുന്നാൽ ഇരിക്കുന്നവരാണെങ്കിൽ, രാവിലെ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നിനക്ക് ദീർഘദൂര യാത്ര ചെയ്യുവാനുണ്ട്. त्रोआस में प्रियो आ गए हैं और अभी गलाती की कलीसिया में आकर हमने अपनी सेवा पूरी की है। हम जो सेवा मुझे पूरी करना था मैंने पूरा कर दिया है, अभी वापस लौट जाए, ऐसा प्रियो हमें नहीं सोचना है। अगर कितने लोग हमारे मध्य में ऐसे हैं जो ये सोच रहे हैं कि आप वापस मुड़ जाए, तो प्रियो एक बात पवित्र आत्मा कहता है, आगे बढ़ने के लिए पवित्र आत्मा में प्रेरित करता है। പരിശുദ്ധാത്മാ കൃത്യമായി സംസാരിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നിനക്ക് യാത്ര ചെയ്യണം. प्रियो पवित्र आत्मा हमसे कहता है कि यात्रा करो। ഇനിയും ഒരുപാട് യാത്ര ചെയ്യുവാനുണ്ട്. और भी सारी यात्रा करने की आवश्यकता है। ഒരുപാട് ഇടങ്ങളെ പിടിച്ചടക്കുവാനുണ്ട്. कई सारे प्रांतों को अपने अधीन करने की आवश्यकता है। പൗലോസ് ചോദിക്കാം, പൗലോസേ, നീ ഇപ്പോൾ 16 അധ്യായത്തിൽ എത്തിച്ചേർന്നിട്ടുള്ളൂ. पौलुस से कहे कि पौलुस अभी तुम 16वें अध्याय तक ही पहुंचे हो। 16 അധ്യായമേ. 16वें अध्याय तक ही पहुंचे हो। ഒരുപാട് അധ്യായങ്ങൾക്ക് യാത്ര ചെയ്യണം. अभी और भी कई सारे अध्याय हैं जिनके मध्य से तुम्हें गुजरना है। പല മിഷണറി യാത്രകൾ ചെയ്യണം. अभी और भी कई सारी प्रचार यात्रा करने की आवश्यकता है। ഒരുപാട്
സഭകൾ സ്ഥാപിക്കണം. अभी और भी कलीसिया की स्थापना करने की आवश्यकता है पौलुस को। ഒരുപാട് ശിഷ്യന്മാരെ വാർത്തെടുക്കണം. और भी कई सारे शिष्यों को आमीन वो उनको उनको सहायता करने की आवश्यकता है। പല പല ദ്വീപുകൾ നിന്നെ കാത്തിരിക്കുന്നുണ്ട്. कई सारे द्वीप तुम्हारे इंतजार कर रहा है पौलुस പല का। രാജാക്കന്മാരുടെ മുമ്പിൽ നീ സാക്ഷിയാകണം. कई सारे सरदारों में कई सारे मंत्रियों के सामने उसे उसे खड़े रहने की आवश्यकता നീ है। റോമിലേക്ക് സുവിശേഷം ഒരിക്കൽ പോകും. अभी रोम में जाने की आवश्यकता നീ है। ഒരിക്കൽ റോമൻ കൈസരുടെ മുമ്പിൽ എന്റെ സാക്ഷിയാകും. रोमी कैसर के सामने खड़े होकर गवाह बनेगा पौलुस। ദീർഘദൂര യാത്ര ചെയ്യുവാനുണ്ട്. अभी और भी दूर तक यात्रा करने की आवश्यकता है। പ്രവാസിന്റെ മടക്കയാത്രയല്ല. प्रवास से वापस मुड़ने की एक यात्रा പലപ്പോഴും नहीं। സന്ധ്യായാമത്തിൽ നാളെ രാവിലെ മടക്കയാത്ര ചെയ്യണമെന്നോർത്ത് വിശ്രമിക്കുന്ന പലരും രാത്രിയിൽ ദർശനം കാണുമ്പോൾ മടക്കയാത്രയല്ല, രാവിലെ ത്രോവാസിൽ നിന്ന് മക്കദോനിയയിലേക്ക് വേണ്ടി യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങുക. ये प्रिय जरूरी है त्रोवास में शाम को हम अगर शाम को सोने के वक्त हम अगर सो गए और दर्शन आया कि हमें जाने की आवश्यकता है मकदूनिया में, तो प्रिय वापस ना लौटे, मकदूनिया जाएं। ആമേൻ. ത്രോവാസിൽ നിന്ന് മടങ്ങി യെരൂശലേമിലേക്കല്ല ദൈവത്തിന്റെ പൈതലേ. त्रोवास से वापस लौटकर यरूशलेम में कुछ नहीं है प्रिय। നിന്നെ കാത്തിരിക്കുന്ന ഒരു വലിയ ഭൂഖണ്ഡമുണ്ട്. നീ മക്കദോനിയയിലേക്ക് വരണം. बहुत बड़ा प्रांत मकदूनिया तुम्हारा इंतजार कर रहा है। മാസിഡോണിയ സഹായത്തിന് വേണ്ടി കേഴുമ്പോൾ നീ എങ്ങനെ തിരിച്ച് യെരൂശലേമിലേക്ക് പോകും? मकदूनिया विनती कर रहा है तुम्हारी सहायता के लिए, तो तुम कैसे वापस यरूशलेम जा വീണ്ടും सकते हो? ദൈവത്തിന്റെ ആത്മാ വീണ്ടും അതേ ആമേ സെന്റൻസ് ആവർത്തിച്ച് പറയുവാൻ എന്നെ പ്രേരിപ്പിക്കുന്നു. ശുശ്രൂഷ തീർന്നിട്ടില്ല, ദീർഘദൂര യാത്ര ചെയ്യുവാനുണ്ട്. पवित्र में बार बार मुझसे कह रहा है ये बात को बताने के लिए कि सेवा खत्म नहीं हुई है, सेवा आगे और करनी है। മടങ്ങിപ്പോകാൻ ദിനം എണ്ണി നീ ഇരിക്കേണ്ട നിനക്ക് ഒരുപാട് ദീർഘദൂര യാത്ര ചെയ്യണം. जो वापस लौटने के दिन को गिन के बैठकर कोई आवश्यकता नहीं है। വീണ്ടും अभी आगे बढ़ने പരിശുദ്ധാത്മാവ് की ശക്തമായി आवश्यकता പറയുന്നു, മടക്കയാത്രയല്ല മുമ്പോട്ട് യാത്രയാണ് ദൈവാത്മാവ് നിന്നെ കുറിച്ച് है। ആഗ്രഹിക്കുന്നത്. पवित्र आत्मा कहना चाहता है आपसे कि वापस लौटने की कोई यात्रा नहीं है, अभी आगे आगे यात्रा करने की आवश्यकता है। പ്രവാസിൽ വരെ എത്തിയ ചരിത്രം നോക്കിയാൽ പൗലോസ് തുടങ്ങിയതേ ഉള്ളൂ, പകുതി പോലും ആയിട്ടില്ല. त्रोवास में अगर हम देखते हैं, अगर इतिहास देखें तो त्रोवास जब पहुंचता है तो भी आधा यात्रा भी नहीं हुआ पौलुस का। നമ്മുടെ വയസ്സും പ്രായവും ദൈവത്തിന് വിഷയമല്ലെന്നേ. ये हमारी हमारी उम्र, हमारा बुजुर्ग, हमारा जो शरीर है वो परमेश्वर के लिए कोई बात नहीं। നീ ഫിലിപ്പിയിലൂടെ വെറുതെ ഒരു യാത്ര നടത്തിയാൽ മതി, അവിടെ ലുദിയ പോലെ ആളുകൾ സൗഖ്യമാകും. फिलिपिया से तुम्हें बस गुजरने की आवश्यकता है, वहां पे लुदिया को उद्धार मिलेगा। അത്ര വലിയ ദൈവശക്തിയും ദൈവ സാന്നിധ്യമാണ് നമ്മുടെ മേലുള്ളത്. इतनी बड़ी सामर्थ और शक्तिशाली सामर्थ हमारे ऊपर है। വെറുതെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ മതി, ജയിലിന്റെ അടിസ്ഥാനങ്ങൾ ഇളകും. खाली बस प्रार्थना करने की आवश्यकता है, बंदीगृह की नींव हिल जाएगी। ഒന്ന് കൈ ഉയർത്തി ശാസിച്ചാൽ മതി, പിശാചിന്റെ കോട്ടകൾ ആ സ്ത്രീയിൽ നിന്ന് ഇളകി മാറും. एक बार हाथ उठाकर प्रियो घोषणा करने की आवश्यकता है, वो भावी कहने वाली स्त्री का आत्मा निकल जाएगा। ഒരുപാട് യാത്ര ചെയ്യുവാനുണ്ട്. अभी बहुत सारी यात्रा करने की आवश्यकता है। ബഹുദൂരം പിന്നിടുവാൻ വേണ്ടി ദൈവത്തിന്റെ അഭിഷേകം നമ്മുടെ മേലുണ്ട്. अभी बहुत दूर तक यात्रा करने का वो सामर्थ परमेश्वर ने നാൾ दिया है। ഞാൻ യാത്ര ചെയ്ത് ഒരുപാട് സഭകൾ സ്ഥാപിച്ചു, മതി ക്ഷീണമായി മടങ്ങിപ്പോക്കല്ല പിന്നെയോ ത്രോവാസിൽ നിന്ന് വീണ്ടും ഒരു കുതിപ്പാണ് മുമ്പോട്ട്. ഒരുപാട് ദേശങ്ങൾ നാം പിടിച്ചടക്കും. कई सारी कलीसिया को मैंने स्थापना किया, इतने साल से मैं सेवा कर रहा हूँ प्रियो। त्रोवास से कोई लौटने की यात्रा नहीं है, त्रोवास से कूदकर आगे बढ़ने की एक यात्रा परमेश्वर ने हमें दिया है। ദേശങ്ങൾ നാം പിടിച്ചടക്കും. प्रांतों को हमें अपना अधीन करना है। ഒരുപാട് സഭകൾ നാം हमें സ്ഥാപിക്കും. और भी कलीसिया को हमें स्थापना करना है। ഒരുപാട് പേരെ നാം कई സഹായിക്കും. सारे लोगों की हमें सहायता करनी है। കാരണം ഇനി വരുന്ന തലമുറയ്ക്ക് നടക്കുവാൻ വിശാലമായ മാർഗം ആവശ്യം. അതുകൊണ്ട് പൗലോസ് വേഗം അയക്കുകയാണ്, പൗലോസ് നീ കടന്നുപോ മക്കദോനിയയിലേക്ക്. इसलिए परमेश्वर दर्शन पौलुस से कहता है कि पौलुस त्रोआस से उठकर मकदूनिया आ जाओ। ഒരുപാട് പുതിയ തലമുറ ശുശ്രൂഷിക്കണം മക്കദോനിയയിൽ. अभी और भी कई सारी पीढ़ियां हमें इंतजार कर रही है, जो मकदूनिया में आकर प्रचार करेंगी। അഭിഷേകം രാജ ദൈവമക്കൾ വ്യത്യസ്തരാണ്. जो अभिषेक पाए हुए जो प्रभु के लोग हैं वो बहुत ही अलग है। ആമേൻ. യെരൂശലേമിൽ ഒരു വലിയ കൂട്ടം പുരുഷാരം, ഒന്നും അറിയാത്ത പുരുഷാരം. एक बहुत बड़ी भीड़ यरूशलेम में खड़ी है जिन्हें कुछ नहीं पता है। പത്രോസേ നീ എഴുന്നേൽക്കണം. पतरस तुम्हें खड़े होने की നീ आवश्यकता है। എഴുന്നേറ്റേ മതിയാകൂ. तुम्हें खड़े होने ही पड़ेगा। നീ വായി തുറന്നേ പറ്റൂ. तुम्हें अपने मुंह को खोलना ही നീ पड़ेगा। സംസാരിച്ചേ तुम्हें മതിയാകൂ. बोलना ही पड़ेगा। കാരണം പുരുഷാരുടെ കാര്യങ്ങളുടെ അർത്ഥം മനസ്സിലാകുന്നില്ല. भीड़ को समझ नहीं आ रहा है। ആമേ അവർക്കതൊന്നും ആമേൻ അവരുടെ ബുദ്ധിയിൽ തെളിഞ്ഞു വരുന്നില്ല. उनके दिमाग में कुछ भी आ नहीं रहा है। അവർ समझ नहीं आ रहा है। ഭയപ്പെട്ട് ചഞ്ചലിച്ചിരിക്കുന്നു. वो घबरा गए हैं, चकित हो गए हैं। ഈ സ്വർഗീയ സാന്നിധ്യത്തിന്റെ അർത്ഥം മനസ്സിലാകാതെ പുരുഷാരം യെരൂശലേമിൽ ഭയപ്പെട്ട് കഴിയുമ്പോൾ की सामर्थ को ना पहचान कर चकित होकर एक जब भीड़ खड़ी है तो പെന്തക്കോസ്ത് ശക്തിയാൽ നിറയപ്പെട്ട പത്രോസ് എഴുന്നേൽക്കുകയാണ്. पतरस जिसके ऊपर पेंतकोस्त की सामर्थ उतरी हुई है वो खड़े होता है। 3000 പേർ ദൈവസഭയിലേക്ക് നടന്നു കയറി. पहले प्रचार में 3000 लोग कलीसिया में जुड़ जाते हैं। 3000 പേർ. 3000 लोग प्रियो
സഹായിപ്പാൻ വരം ലഭിച്ചവർ. सहायता के लिए परमेश्वर ने उन्हें चुना है. യെസ്, ഷണ്ണനെ നോക്കി പറയാം, ഷണ്ണനെ നോക്കി വിളിച്ചു പറയാം, ആമേൻ, യേശു നിന്നെ വിടുവിക്കും. खजांची को देकर कहे कि हे खजांची, यीशु मसीह तुम्हें उद्धार देने जा रहा അവൻ है. പറയുന്നു, വെള്ളമുണ്ട് ഇവിടെ, ഞാനും തയ്യാർ, ഇനി സ്നാനപ്പെടുവാൻ എന്താ തടസ്സം? वो खजांची कहता है पानी भी यहाँ है, मैं भी यहाँ हूँ, अब मैं अब बपतिस्मा लेने में किसका क्या रोक है? ആവശ്യക്കാരനെ ജലത്തിൽ സ്നാനപ്പെടുത്തുവാൻ, അവനെ സഹായിപ്പാൻ അഭിഷേകം ലഭിച്ച ഫിലിപ്പോസ്. जरूरतमंदों को जिन्हें जरूरत है बपतिस्मा लेने की, उनको पानी में डुबोकर बपतिस्मा देने वाला एक फिलिप्पुस को वहां देखते हैं. നാം ലോകത്തെ സഹായിക്കുന്നവർ, तो ये हम लोग संसार की सहायता करने वाले लोग, സഹായിക്കുന്നവർ, सहायता करने वाले लोग, സഹായിക്കുന്നവർ. सहायता करने वाले लोग. ഹല്ലേലൂയ. हालेलुया. അവരെ ആത്മാവിൽ പറയാമോ, കർത്താവേ, നീ എന്നെ വിളിച്ചതിനായി സ്തോത്രം, परमेश्वर सभा को धन्यवाद, आपने मुझे बुलाया, നീ എന്നെ വിളിച്ചതിനായി സ്തോത്രം. आपने मुझे चुना, धन्यवाद. മടക്കയാത്രയല്ല, अभी कोई लौटने की यात्रा नहीं, വേഗത്തിൽ മുമ്പോട്ട് കുതിപ്പാണ് अभी ആവശ്യം. बहुत तेजी से आगे बढ़ के यात्रा करने की വേഗത്തിൽ മുമ്പോട്ട് आवश्यकता, പോകാം. आगे बढ़ने की आवश्यकता है. മക്കതോനി നമ്മളെ കാത്തിരിക്കുന്നു, दुनिया में इंतजार कर रही है, കാത്തിരിക്കുന്നു. विनती कर रही है. പരിശുദ്ധ പിതാവേ, परमेश्वर पिता धन्यवाद करते हैं. ധന്യവാദ് കർത്തേ, പരിശുദ്ധ പിതാവേ നന്ദി പറയുന്നു. परमेश्वर पिता धन्यवाद करते हैं. നല്ല സമയത്തിനായി സ്തോത്രം, एक अच्छा समय के लिए धन्यवाद നല്ല करते हैं. സന്ദേശത്തിനായി एक സ്തോത്രം, संदेश के लिए धन्यवाद करते हैं. സഹായിപ്പാനായി ഞങ്ങൾ വിളിച്ചതിനായി സ്തോത്രം, सहायता करने के लिए आपने बुलाया, ഞാൻ धन्यवाद. ചെയ്ത അഭിഷേകത്തിനായി നന്ദി പറയുന്നു. अभिषेक आपने दिया, धन्यवाद. ഈ അഭിഷേകത്തിന്റെ യുഗത്തിനായി നന്ദി. इस अभिषेक के युग के लिए धन्यवाद അന്യ करते हैं. ഭാഷകൾക്കായി സ്തോത്രം अन्य ചെയ്യുന്നു. भाषाओं के लिए धन्यवाद करते നാം हैं. എല്ലാ വരങ്ങൾക്കായി നന്ദി, सभी चीजों के लिए धन्यवाद करते हैं. ശുശ്രൂഷകൾക്കായി നന്ദി പറയുന്നു. और सेवकाइयों के लिए धन्यवाद करते ആമേൻ. हैं. ഗോഡ്സ് മിഷനായി സ്തോത്രം ചെയ്യുന്നു. गॉड्स मिशन के लिए प्रभु धन्यवाद करते പൗസ हैं. ഭാഷക്കായി സ്തോത്രം थॉमसन ചെയ്യുന്നു. पास्टर जी के लिए धन्यवाद करते എല്ലാ हैं. അഭിഷിക്തന്മാർക്കായി सभी സ്തോത്രം, अभिषिक्तों के लिए धन्यवाद करते हैं. ദേവദാസദാസന്മാർക്കായി സ്തോത്രം दास ചെയ്യുന്നു. दासियों के लिए धन्यवाद करते हैं. ശബ്ദം കേട്ട എല്ലാവരും അനുഗ്രഹിക്കുന്നു. उन्होंने आज के शब्द को सुना, धन्यवाद करते हैं. യേശുവിന്റെ നാമത്തിൽ എല്ലാവരും അനുഗ്രഹിക്കുന്നു. सबको आशीष करते हैं. പ്രാർത്ഥനാർത്ഥനായി നന്ദി, प्रार्थना सुनने के लिए धन्यवाद. യേശുവിൻ നാമത്തിൽ. यीशु मसीह के नाम से. ആമേൻ, आमेन. ആമേൻ.